ക്രിസ്ത്യൻ പ്രാർത്ഥനയ്ക്ക് നൽകുന്നതാണ്. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബോധനയായിട്ട് ഇങ്ങനെ സൂമിൽ കൂടി വരുവാൻ സ്വർഗമിടയാക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗം ഇടവരുത്തുന്ന വലിയൊരു കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പഠിക്കുന്നതിലൂടെ കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും തിരുവചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന കർത്താവെ അച്ഛന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നേതൃത്വം നൽകുന്നവർക്കായിട്ട് സ്തോത്രം. എല്ലാവരിലൂടെയും കർത്താവ് നിന്റെ നാമം മാത്രം മുഖത്തിരിപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിലുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്ന് ഈ ബോധനയുടെ 7ാമത്തെ സെഷനിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ചെയ്തതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛൻ, ബോബി മാത്യു അച്ഛൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ബോധന എന്ന ഈ ലീഡ് ട്രെയിനിങ് പ്രോഗ്രാം അത് വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയും അത് സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കുകയും വേദശാസ്ത്ര, വേദപുസ്തക, സഭാചരിത്ര തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘയാത്രയാണ് ഈ ബോധന എന്ന് പറയുന്ന ഈ സെഷൻ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമുക്ക് നേർന്നു നൽകുന്നത് TMAM റിസർച്ച് ആൻഡ് ഓറിയന്റേഷൻ സെന്ററിന്റെ ഡയറക്ടറായും അതോടൊപ്പം നമ്മുടെ പ്രതിദിന വേദപഠന സഹായി എന്ന ധ്യാന പ്രസിദ്ധീകരണത്തിന്റെ മാനേജരായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, പ്രത്യേകിച്ച് ഈ ബോധനയുടെ ക്രമീകരണങ്ങൾ നമുക്ക് TMAM റിസർച്ച് ആൻഡ് ഓറിയന്റേഷൻ സെന്ററിലൂടെ സജീവമായി നേതൃത്വം നൽകി വരുന്ന പ്രിയപ്പെട്ട ബോബി മാത്യു അച്ഛനാണ്. അച്ഛൻ്റെ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ വളരെ ഹൃദ്യമായിരുന്നു. നമ്മുടെ ചിന്തകളെ വളരെ സജീവമാക്കുന്നതും വളരെ ഉജ്ജ്വലിപ്പിക്കുന്നതുമായ ചിന്തകളും ആശയങ്ങളുമാണ് അച്ഛൻ പങ്കുവെച്ചത്. അച്ഛന് നമ്മളെല്ലാവരും നന്നായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. 2 സെഷൻ കൊണ്ട് അച്ഛൻ നിർത്താനിരുന്നതാണ്. എന്നാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ആ ഒരു ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി വിശാലമായി പഠിപ്പിച്ച് സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി നമുക്ക് ഒരു സെഷൻ കൂടി അച്ഛൻ ഇന്ന് എടുക്കുന്നതിന് സമ്മതിക്കുകയും ഇന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ബോബി മാത്യു അച്ഛനെ ഈ ബോധന ഈ പങ്കെടുക്കുന്ന ഏവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രിയങ്കരനായ ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛൻ ഇതിൽ പങ്കെടുക്കുന്നു. അച്ഛന്റെ ഹൃദ്യമായ ഇടപെടലുകൾ, നേതൃത്വം, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ കൃത്യമായ ഉത്തരം നൽകുന്നതിനും നമ്മുടെ ചിന്തകളെ കുറിച്ചും കൂടെ പ്രോജ്വലിപ്പിക്കുന്നതിനുമൊക്കെ അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ നേതൃത്വം നമുക്ക് വളരെ സജീവമായി ലഭിക്കുന്നു. പ്രിയപ്പെട്ട അലക്സാണ്ടർ തോമസ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അച്ഛനെയും നമുക്ക് ഈ സെഷനുകൾക്കൊക്കെ അച്ഛന് നേതൃത്വം പിന്നീട് ലഭിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് അച്ഛൻ ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ഏവരെയും, ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഏവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗതം ആശംസിക്കുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ബോബി മാത്യു അച്ഛനെ പുതിയ നിയമം അതിന്റെ ആമുഖം, അതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടി, അതിന്റെ 3ാമത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുകയും ചെയ്യുന്നു. സുലജ, സ്ക്രീൻ ഷെയറിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി തരണേ. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അലക്സാണ്ടർ തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട സുനിൽ അച്ഛൻ, ഈ ബോധന എന്ന ഈ പഠന പരമ്പരയിൽ വളരെ പ്രാർത്ഥനാപൂർവം
വളരെ ക്രമമായും കൃത്യമായും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ നിയമത്തെ ആസ്പദമാക്കിയുള്ള ചില ക്ലാസ്സുകളായിരുന്നുവല്ലോ കഴിഞ്ഞ 2 ദിവസങ്ങളായി, കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ബോധന എന്ന് പറയുന്ന ഈ പഠന പരമ്പര വളരെ ഗൗരവമായി നിങ്ങൾ ക്രമമായി പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇത് കേവലം ഒരു സൂം മീറ്റിങ്ങോ മാത്രമല്ല, മറിച്ച് ഇതൊരു കോഴ്സിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ പങ്കെടുത്താൽ അത് നമുക്ക് ഏറെ പ്രയോജനകരമായി തീരും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ കോഴ്സിന് ഒരു 80% അറ്റൻഡൻസ് നിർബന്ധമായിട്ടുള്ളതാണ്. ഞങ്ങൾ ഓറിയന്റേഷൻ സെന്റർ ക്രമീകരിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ഒരു അറ്റൻഡൻസും വളരെ ഗൗരവമായിട്ടുള്ളതാണ്. ഈ കോഴ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും തോമസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ റിസർച്ച് ആൻഡ് ഓറിയന്റേഷൻ സെന്ററിന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഈ കോഴ്സിന്റെ അവസാനം വിതരണം ചെയ്യുന്നതുമായിരിക്കും. നമ്മുടെ സെന്റർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേറ്റഡ് സെന്റർ ആണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, റിസർച്ച് സെന്റർ ആണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പഠന പ്രക്രിയയെ നമ്മൾ ഗൗരവമായി കാണുക, എല്ലാ ക്ലാസ്സിലും വളരെ ക്രമീകൃതമായി സംബന്ധിക്കുക. അങ്ങനെ വിജയകരമായി ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നതിലുള്ള സന്തോഷം അതുവഴി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ വളരെ ഗൗരവമായി പഠിക്കുവാനും സാധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കാൻ ശ്രമിച്ചത് സുവിശേഷങ്ങൾ, അത് എഴുതപ്പെട്ട കാലഘട്ടം, അപ്പോസ്തല പ്രവർത്തികളുടെ ഒരു പ്രത്യേകതയും സവിശേഷതയും, ഈ പുസ്തകങ്ങളുടെയൊക്കെ ഉള്ളടക്കം എന്താണ്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കാൻ ശ്രമിച്ചത്. ഇത് നമ്മുടെ പുതിയ നിയമത്തിന്റെ ആസ്പദമാക്കിയുള്ള പഠനത്തിന്റെ ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റമെന്റ് എന്ന വിഷയത്തിന്റെ അവസാനത്തെ ക്ലാസ്സാണ്. ഇതിനുശേഷം പുതിയ നിയമത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച്, നമ്മൾ അതിലെ ഡോക്ട്രിൻസിനെ കുറിച്ചൊക്കെ വിശദമായി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പ്രിയപ്പെട്ട സുനിലച്ചൻ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മുടെ പഠന സൗകര്യാർത്ഥം പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് 4 ചെറിയ ഗ്രൂപ്പുകളായി പഠിക്കാൻ സാധിക്കും എന്നാണ്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് രക്ഷാകര ലേഖനങ്ങൾ എന്നുള്ളതാണ്. സോറ്റീരിയോളജിക്കൽ എപ്പിസ്റ്റൽസ്, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ തുടങ്ങിയ ലേഖനങ്ങളാണ് രക്ഷാകര ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കാരാഗ്രഹ ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസ്റ്റൽസ്. അത് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ എന്ന് പറയുന്ന ലേഖനങ്ങളാണ്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്നുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ പുതിയ നിയമത്തിലെ മറ്റ് ലേഖനങ്ങളെ കുറിച്ച് വളരെ ബ്രീഫായി ചില ഇൻട്രൊഡക്ടറി റിമാർക്സ് നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ 3ാമത്തെ ഒരു ഗ്രൂപ്പാണ് എസ്കറ്റോളജിക്കൽ എപ്പിസ്റ്റൽസ് അഥവാ യുഗാന്ത്യ ലേഖനങ്ങൾ. അങ്ങനെ 2 ലേഖനങ്ങളാണ് പൗലോസിൻ്റെതായി പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന യുഗാന്ത്യ ലേഖനങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാം ലേഖനവും തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാം ലേഖനവുമാണ് യുഗാന്ത്യ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, എസ്കറ്റോളജിക്കൽ എപ്പിസ്റ്റൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ യുഗാന്ത്യ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. യേശു കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചും വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന ലേഖനങ്ങളായതുകൊണ്ടാണ് ഇത് യുഗാന്ത്യ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എസ്കറ്റോളജിക്കൽ എപ്പിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ യുഗാന്ത്യ ലേഖനങ്ങൾ എന്നാണ്. പൗലോസ് എഴുതിയ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു, പുതിയ നിയമത്തിൽ തന്നെ ആദ്യം എഴുതപ്പെട്ട ലേഖനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1ാം ലേഖനമാണ് ആദ്യം എഴുതപ്പെട്ട ലേഖനം. ഏകദേശം AD 49-50 കാലഘട്ടത്തിലാണ് ഈ ലേഖനങ്ങൾ എഴുതിയത് എന്നാണ് പൊതുവെ വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. എന്താണ് തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതാനുള്ള കാരണം? നിങ്ങൾ തെസ്സലോനിക്ക ലേഖനം ശാന്തമായി വായിച്ച് പഠിക്കണം. കുറച്ച് അധ്യായങ്ങൾ മാത്രമുള്ള പുസ്തകമാണ്. ലേഖനം എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് തന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക എന്ന് പറയുന്ന ഒരു പട്ടണം സന്ദർശിക്കുന്നത്. സെക്കൻഡ് മിഷണറി ജേർണിയിലാണ് അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നത്.
തെസലോനിക്ക എന്ന് പറയുന്നത് മാസിഡോണിയ എന്ന് പറയുന്ന ഒരു റോമൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായിരുന്നു. മാത്രവുമല്ല, ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകത, 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ അംഗസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ജൂയിഷ് പോപ്പുലേഷൻ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു പട്ടണവും യഹൂദന്മാരുടെ ഏറ്റവും വലിയ സിനഗോഗ് ഉണ്ടായിരുന്ന പട്ടണവുമായിരുന്നു തെസ്സലോനിക്ക. അപ്പോൾ ഇത്രയും കേട്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തു വിശ്വാസത്തിന്, അതിന്റെ വളർച്ചയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടായ പട്ടണമാണ്. ഒന്ന്, ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ മാസിഡോണിയ റീജിയന്റെ ഒരു തലസ്ഥാന നഗരിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയപരമായ എതിർപ്പ് നേരിടാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഞാൻ പറഞ്ഞത് യഹൂദന്മാരുടെ അംഗസംഖ്യ വളരെ കൂടുതലുള്ള സ്ഥലമാണ്, യഹൂദന്മാരുടെ ഏറ്റവും വലിയ സിനഗോഗ് ഉള്ള സ്ഥലവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പൗലോസ് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ എത്തുന്നത്. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. പൗലോസിന്റെ മിഷണറി യാത്രയിൽ പൗലോസിന് ഏറ്റവും അധികം എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു പട്ടണം ഏതാണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചാൽ, ബൈബിൾ ക്വിസിനൊക്കെ ചോദിച്ചാൽ ഒരു തടസ്സവും കൂടാതെ പറയാൻ സാധിക്കും, തെസലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് നേരിടേണ്ടി വന്നു. ആ പുസ്തകത്തിൽ 1-ാം ലേഖനത്തിൽ തന്നെ പറയുന്നു, കേവലം ചില ആഴ്ചകൾ മാത്രമാണ്, കഷ്ടിച്ച് 1 മാസം മാത്രമാണ് പൗലോസ് എവിടെ താമസിച്ചെന്നറിയാമോ? തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. ആ 1 മാസം ശക്തമായ എതിർപ്പ് പൗലോസിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? എതിർപ്പുകളുടെ മധ്യത്തിൽ കേവലം 1 മാസം മാത്രമേ താൻ ആ പട്ടണത്തിൽ താമസിച്ചുള്ളൂ എങ്കിലും അവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ ആർക്ക് സാധിച്ചു? പൗലോസിന് സാധിച്ചു. ഇതാണ് പൗലോസിന്റെ മിഷൻ സ്ട്രാറ്റജിയുടെ ഒരു വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നമ്മുടെ ഒരു ആയുസ് മുഴുവൻ ഒരു പട്ടണത്തിൽ പാർത്താൽ, ഒരു പ്രദേശത്ത് പാർത്താൽ, ഒരാളോടെങ്കിലും നമുക്കൊന്ന് സുവിശേഷം പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, വലിയ എതിർപ്പിന്റെ മധ്യത്തിൽ, വലിയ ജൂയിഷ് പോപ്പുലേഷനുള്ള, യഹൂദന്മാരുടെ ഏറ്റവും വലിയ സിനഗോഗ് ഉള്ള ഒരു സ്ഥലത്ത് 1 മാസം മാത്രം പൗലോസിന് താമസിക്കാൻ ലഭിച്ച അവസരത്തിനുള്ളിൽ അവിടെ ഒരു സഭ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? പൗലോസ്. അങ്ങനെ കഠിന ശോധനകളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ് ഏത്? തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലം, സഭ. അതുകൊണ്ട് ഈ ലേഖനം വായിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മളെ ശക്തമായി വെല്ലുവിളിക്കണം. വളരെ ചുരുങ്ങിയ സ്ഥലത്ത്, എതിർപ്പുകളുടെ മധ്യത്തിൽ ഒരു സഭ സ്ഥാപിക്കത്തക്ക രീതിയിൽ, ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കത്തക്ക രീതിയിൽ എത്ര സജീവമായി സുവിശേഷ വേലയെ കണ്ട ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്തിനാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതാനുള്ള കാരണം? അപ്പോൾ പൗലോസ് സഭയൊക്കെ സ്ഥാപിച്ചു. 1 മാസത്തിനുള്ളിൽ പൗലോസ് അവിടുന്ന് സഞ്ചരിച്ച അഥേന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഈ യാത്രയിൽ ഉടനീളം പൗലോസിന്റെ മനസ്സിനെ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട പ്രയാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തനിക്ക് ഏറ്റവും അധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്ന പട്ടണമാണ് ഏത് പട്ടണം? തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും താൻ സ്ഥാപിച്ച ആ സഭയിലെ അംഗങ്ങളും തെസ്സലോനിക്ക പട്ടണത്തിൽ പാർക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും വലിയ എതിർപ്പിനെ നേരിടേണ്ടി വരും എന്നുള്ള വലിയ ഭാരം താൻ സ്ഥാപിച്ച സഭയെക്കുറിച്ചും തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ചും ആർക്കുണ്ടായിരുന്നു എന്നറിയാമോ? പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ഈ മിഷണറി യാത്ര തുടർന്ന വേളയിൽ തന്റെ സഹപ്രവർത്തകനായി കൂടെ സഞ്ചരിച്ച തിമത്തിയോസിനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? തിമത്തിയോസെ, നീ ഒരു കാര്യം ചെയ്യണം, തെസ്സലോനിക്ക വരെ ഒന്ന് പോയി സന്ദർശിച്ച് അവിടുത്തെ സഭയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊന്ന് അന്വേഷിച്ചിട്ട് കടന്നു വന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് തെസ്സലോനിക്ക ലേഖനം ആയതുകൊണ്ടാണ് അല്പം വിശദമായിട്ട് ഇതിന്റെ ആമുഖം പറയുന്നത്, എന്നാലേ നമുക്ക് ഇതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തിമത്തിയോസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പൗലോസ് പറഞ്ഞ പ്രകാരം ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കാൻ പോയി. പൗലോസ് തന്റെ മിഷണറി യാത്ര തുടർന്ന് കൊരിന്തിലെത്തിയപ്പോൾ ഈ സഭ സന്ദർശിച്ച്, തെസ്സലോനിക്ക സഭ സന്ദർശിച്ചതിന് ശേഷം തിമത്തിയോസ് പൗലോസിനെ കൊരിന്തിൽ വന്ന് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ കൊരിന്തിൽ വന്ന് കണ്ടപ്പോൾ തിമത്തിയോസ് ഈ സഭയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പോൾ 1-ാം ലേഖനം എഴുതാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തിമത്തിയോസ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരേപോലെ പൗലോസിന് സന്തോഷം പ്രദാനം ചെയ്തു, അതേപോലെ തന്നെ ദുഃഖവും പ്രദാനം ചെയ്തു. എന്താണ് പൗലോസിന് സന്തോഷം പ്രദാനം ചെയ്ത കാര്യം എന്നറിയാം? തിമത്തിയോസ് വന്ന് പറയുകയാണ്, ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ വിശ്വാസം ആഖായിലും മക്കദോന്യയിലും എല്ലാം പ്രസിദ്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, കഠിന ശോധനകളുടെ മധ്യത്തിൽ, വലിയ എതിർപ്പിന്റെ മധ്യത്തിൽ രൂപപ്പെട്ട ഒരു ചെറിയ സഭയുടെ വിശ്വാസം
ആഖായിലും മക്കദോന്യയിലും എല്ലാം പ്രസിദ്ധമാണ് എന്നാണ് പറയുന്നത്. ആഖായ എന്ന് പറഞ്ഞാൽ വലിയൊരു റോമൻ പ്രവിശ്യയാണ് ആഖായ. ആഖായയുടെ തലസ്ഥാനമാണ് കൊരിന്ത്. മക്കദോന്യ എന്ന് പറയുന്നത് മറ്റൊരു വലിയ പ്രവിശ്യയാണ്. അതിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് തെസലോനിക്ക എന്ന് നമ്മളിപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ സഭയുടെ എതിർപ്പുകളുടെ മധ്യത്തിൽ രൂപപ്പെട്ട ഒരു ചെറിയ സഭയുടെ വിശ്വാസം 2 വലിയ റോമൻ പ്രോവിൻസുകളിൽ പ്രസിദ്ധമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ വിശ്വാസം, ഇപ്പോൾ നമ്മുടെ ശ്രീകാര്യം മാർത്തോമ ഇടവകയിലെ ക്രിസ്തു വിശ്വാസികളുടെ വിശ്വാസം കേരളത്തിലും തമിഴ്നാട്ടിലും മുഴുവൻ പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഈ സഭയെക്കുറിച്ച് തീമോഥെയോസ് വന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഇതിന്റെ സ്ഥാപകനായ പൗലോസിനെ സംബന്ധിച്ച് വലിയ സന്തോഷവും ആവേശവും തോന്നി. കാരണം ഭയങ്കര എതിർപ്പിന്റെ മധ്യത്തിൽ, തനിക്ക് പോലും 1 മാസം മാത്രമേ അവിടെ താമസിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെയുള്ള എതിർപ്പിന്റെ മധ്യത്തിൽ രൂപപ്പെട്ട ഒരു സഭയാണ്. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഈ സഭയെ പ്രകീർത്തിച്ചുകൊണ്ട്, അവരുടെ സഹിഷ്ണുതയെ പ്രകീർത്തിച്ചുകൊണ്ട്, കഷ്ടത അനുഭവിക്കുവാനുള്ള അവരുടെ സന്നദ്ധതയെ പ്രകീർത്തിച്ചുകൊണ്ട്, അവർ എതിർപ്പിന്റെ മധ്യത്തിലും സുവിശേഷ ഘോഷണത്തിൽ വളരെ തീവ്രതയോടെ നിൽക്കുന്നല്ലോ എന്ന് മനസ്സിലാക്കി അവരെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാനിവിടെ ഒന്നാമത് പരാമർശിച്ചത്. രണ്ടാമത് ഇത് എഴുതാനുള്ള കാരണം തീമോഥെയോസ് വന്ന് പറഞ്ഞ മറ്റൊരു കാര്യം പൗലോസിനെ ദുഃഖിപ്പിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ചില ദുരുപദേശകർ, തെറ്റായ ഉപദേശം ഈ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി എന്ത് ചെയ്തെന്നറിയാമോ? ചില ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രചരിപ്പിച്ചു. ഇത് വിശ്വാസത്തിൽ ചിലരെങ്കിലും പിന്മാറ്റത്തിന്റെ അനുഭവത്തിലായി തീരാനുള്ള കാരണമുണ്ടായി. അവർ പ്രചരിപ്പിച്ച ദുരുപദേശം എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ദുരുപദേശമാണ് അവർ പ്രചരിപ്പിച്ചത്. ആദിമ സഭയുടെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ ബേസിക് ഫെയ്ത്ത്, അവരുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് യേശുവിന്റെ വീണ്ടും വരവ് തങ്ങളുടെ ജീവിത കാലയളവിൽ തന്നെ സംഭവിക്കും എന്നുള്ളതായിരുന്നു. അത് അവരുടെ ഒരു ബേസിക് ഫെയ്ത്ത് ആണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിശ്വസിച്ച പലരുടെയും മരണവും സംഭവിച്ചു. അപ്പോൾ അവരുടെ അടിസ്ഥാന വിശ്വാസം അല്പം ഇളകാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ, നമ്മൾ അല്പം പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുമ്പോഴാണ് ദുരുപദേശകർ അന്നും ഇന്നും നുഴഞ്ഞു കയറി വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ് കടന്നു വന്ന് നിങ്ങളുടെ വിശ്വാസം പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുപോലെ ദുരുപദേശകർ ഈ സമയത്ത് നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശം പഠിപ്പിച്ചു. യേശു കർത്താവിന്റെ വീണ്ടും വരവ്, കർത്താവ് വരവ് താമസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയില്ലെന്നും ഒക്കെ ക്രിസ്തു വിശ്വാസികളെ തെറ്റിക്കത്തക്ക രീതിയിൽ ദുരുപദേശം പ്രചരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് തെസലോനിക്കയിലെ ക്രിസ്തു വിശ്വാസികളെ ഉറപ്പിക്കാനും, അവൻ വീണ്ടും വരുമെന്നും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇപ്പോഴുള്ള സഭയുടെ ഉത്തരവാദിത്വം എന്താണെന്നും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഉത്തരവാദിത്വ സഭയ്ക്കുണ്ട് എന്നും ഒക്കെ പഠിപ്പിക്കുവാനാണ് പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്തിനാണ് 2-ാം ലേഖനം എഴുതിയത്? ഒരു ലേഖനം എഴുതി ആ സഭയെക്കുറിച്ച് അഭിനന്ദിക്കുകയും സഭയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെടുത്തി ചില മറുപടിയൊക്കെ പൗലോസ് പറയുകയും ചെയ്തതാണല്ലോ. പൗലോസ് വളരെ കുറച്ച് സഭകൾക്ക് മാത്രമേ 2 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാ തെസലോനിക്ക സഭയ്ക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് 2-ാം ലേഖനം എഴുതിയത്? അതൊരു പ്രത്യേക കാരണം മുമ്പിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2-ാം ലേഖനം എഴുതിയത് എന്ന് ചോദിച്ചാൽ, ഈ ദുരുപദേശകർ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവർ പൗലോസ് ആദ്യത്തെ ലേഖനം എഴുതിയത് മനസ്സിലാക്കിയിട്ടും അവർ അതിൽ പൂർണ്ണമായി ഒന്നും ഉറച്ചു നിന്നില്ല. അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പൗലോസ് എഴുതി എന്ന വ്യാജേനെ മറ്റൊരു ലേഖനം എവിടെ എഴുതി പ്രസിദ്ധീകരിച്ചെന്നറിയാമോ? തെസലോനിക്കയിൽ എഴുതി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? പൗലോസ് ഓൾറെഡി ഒരു ലേഖനം തെസലോനിക്ക സഭയിൽ എഴുതി പറഞ്ഞു, അവർ വിശ്വാസത്തിൽ ഉറച്ചതാണ്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുതി എന്ന വ്യാജേനെ മറ്റൊരു കത്ത് ഇവരെവിടെ പ്രചരിപ്പിച്ചെന്നറിയാമോ? തെസലോനിക്ക സഭയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ തെറ്റായ കത്തുകൾ എഴുതുക, വ്യാജ കത്തുകൾ എഴുതുക എന്നൊക്കെ പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസ് പഠിപ്പിച്ചതിൽ നിന്നും വിരുദ്ധമായി ചില ദുരുപദേശങ്ങൾ വീണ്ടും ഈ തെറ്റായ കത്തിലൂടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് പൗലോസ് തെസലോനിക്കർക്ക് 2-ാം ലേഖനം എഴുതിയത് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് പൗലോസ് എഴുതി എന്ന വ്യാജന, പൗലോസിന്റെ പേരിൽ തന്നെയാണ് ഇവർ വ്യാജലേഖനം പ്രസിദ്ധീകരിച്ചത്. അതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ പൗലോസിന്റെ പേരിൽ തന്നെ ഇവർ എഴുതി പ്രചരിപ്പിച്ച വ്യാജലേഖനത്തെ പ്രതിരോധിക്കുവാൻ,
താൻ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞ ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് അവരെ പഠിപ്പിക്കുവാനും വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുവാനുമാണ് പൗലോസ് ലേഖനം എഴുതിയത് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് പൗലോസിന്റെ യുഗാന്ത്യ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വളരെ ലളിതമായി അത് എഴുതാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചും തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തെക്കുറിച്ചുമാണ് പങ്കുവയ്ക്കുവാൻ ഞാൻ ശ്രമിച്ചത്. പൗലോസിന്റെ ലേഖനങ്ങളിലെ ഒരു നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാസ്റ്ററൽ എപ്പിസിൽസ് ആണ്. പാസ്റ്ററൽ എപ്പിസിൽസ് എന്ന് പറഞ്ഞാൽ ഇടയ ലേഖനങ്ങൾ എന്നാണ് അതിൽ പരാമർശിച്ചത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ 1 തീമത്തിയോസ്, 2 തീമത്തിയോസ്, തീത്തോസ്, 1 and 2 തിമോത്തി ആൻഡ് ടൈറ്റസ് ആർ നോൺ ആസ് പാസ്റ്ററൽ എപ്പിസിൽസ്. ഇതാണ് ഇടയ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു ഇടയൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച്, ഒരു പാസ്റ്ററിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനമായതുകൊണ്ടാണ് ഈ 3 ലേഖനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇടയ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പൗലോസ് തീമത്തിയോസിനും തീത്തോസിനെയും അഭിസംബോധന ചെയ്താണ് എഴുതിയിരിക്കുന്നത്. തീമത്തിയോസും തീത്തോസും ആരാണെന്ന് നമുക്കറിയാം. രണ്ടുപേരും പൗലോസിന്റെ കോവർക്കേഴ്സ് ആയിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. പൗലോസിനോടൊപ്പം മിഷണറി യാത്രയിൽ പങ്കുചേർന്നവരാണ് ഇവർ. ചില പ്രത്യേക ഘട്ടങ്ങളിൽ സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി പൗലോസ് നിയോഗിച്ച വ്യക്തികളാണ് ഇവർ. പൗലോസ് തടവറയിലായിരുന്നപ്പോൾ പൗലോസിനെ ശുശ്രൂഷിച്ചവരും വിവിധ സഭകളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗലോസിനോട് തടവറയിൽ വന്ന് പറയുകയും പൗലോസ് പറഞ്ഞ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി സഭകളിൽ പോയി പൗലോസിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്ത പൗലോസിന്റെ വളരെ വിശ്വസ്തരായ സഹപ്രവർത്തകരായിരുന്നു ആര്? ഈ തീമത്തിയോസും തീത്തോസും. അതുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയതാണ് ഈ പാസ്റ്ററൽ എപ്പിസോഡ്സ്. ഇത് 3-നകത്തെ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം അത് എഴുതാനുള്ള കാരണം. അത് എഴുതാനുള്ള ഒന്നാമത്തെ കാരണം ടു റെസിസ്റ്റ് ദ ഫോൾസ് ടീച്ചിങ് സർക്കുലേറ്റിംഗ് ഇൻ ദ ചർച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പുതിയ നിയമത്തിലെ ആകെയുള്ള 27 പുസ്തകങ്ങളിൽ ഏകദേശം 11 പുസ്തകങ്ങളും എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സഭയ്ക്കുള്ളിൽ പ്രചരിപ്പിക്കപ്പെട്ട ദുരുപദേശങ്ങളായിരുന്നു എന്ന് കാണാൻ സാധിക്കും, തെറ്റായ ഉപദേശം. അങ്ങനെയെങ്കിൽ പൗലോസ് ഈ ഇടയലേഖനങ്ങൾ എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പല ദുരുപദേശങ്ങളെ കുറിച്ചും ഇവരെ ഓർമ്മിപ്പിക്കുവാനും ദുരുപദേശങ്ങളുടെ മധ്യത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇവരെ ബോധവൽക്കരിക്കുവാനും ഇനിയും സഭയുടെ നേതൃത്വം നൽകുന്നവർ എന്ന നിലയിൽ സഭയിൽ കടന്നുകൂടുന്ന ദുരുപദേശങ്ങളെ ശക്തിയോടെ ചെറുത്തു തോൽപ്പിക്കണം എന്നിവർക്ക് ആഹ്വാനം നൽകുവാനുമാണ് പൗലോസ് ഇടയ ലേഖനങ്ങൾ എഴുതിയത് എന്ന് കാണുവാൻ സാധിക്കും. ഇത് എഴുതുവാനുള്ള രണ്ടാമത്തെ കാരണം തുടർന്ന് സഭയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ പലതരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അവരെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ കൂടിയാണ് ഈ ലേഖനം എഴുതിയത്. നമ്മൾ ഈ തീമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും വായിക്കുമ്പോൾ പ്രധാനമായിട്ടും സഭാ ശുശ്രൂഷകരെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പോസ് അതായത് നമ്മൾ ഇന്ന് പറയുന്ന ബിഷപ്പന്മാർ എന്നുള്ള തലക്കെട്ടിൽ അറിയപ്പെടുന്നവരാണ് എപ്പിസ്കോപ്പോസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പ്രസ്ബ്യൂട്ടറോസ്. പ്രസ്ബ്യൂട്ടറോസ് എന്ന പദത്തിന്റെ അർത്ഥം എൽഡേഴ്സ് എന്ന്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഡിയാക്കോണോസ്, അതായത് ഡീക്കൻസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യ നൂറ്റാണ്ട് മുതൽക്ക് തന്നെ സഭയിൽ ഇങ്ങനെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഈ പ്രത്യേക ചില വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് തീമത്തിയോസിനെയും തീത്തോസിനെയും വിളിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്, സഭയ്ക്ക് ഒരു അധ്യക്ഷനെ നിയോഗിക്കുമ്പോൾ ഒരു അധ്യക്ഷന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്. തീമത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. തീത്തോസ് 1-ന്റെ 7 മുതൽ 9 വരെ ഒരു അധ്യക്ഷനെ നിയോഗിക്കുമ്പോൾ അധ്യക്ഷൻ ആരായിരിക്കണം എന്നും അധ്യക്ഷന്റെ സ്വഭാവം എന്തായിരിക്കണമെന്നും കൃത്യമായി അത് അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും സഭയിൽ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നവിടെ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ ആ റെഫറൻസ് കുറിച്ചിട്ടാൽ മതി, എന്നിട്ട് സാവകാശം വാക്യം നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്കെല്ലാം വിശദമായി പറയാൻ സാധിക്കും. സഭയിൽ ഒരു മൂപ്പനെ നിയോഗിക്കുമ്പോൾ, പ്രസ്ബിറ്ററെ നിയോഗിക്കുമ്പോൾ മൂപ്പൻ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകണം, സ്വഭാവ വിശേഷതകൾ ഉണ്ടാകണം എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് തീമത്തിയോസ് 5-ന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യത്തിലും തീത്തോസ് 1-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യത്തിലുമുണ്ട്. ഇനി ഒരു ശുശ്രൂഷകനെയാണ് നിയോഗിക്കുന്നതെങ്കിൽ, ഒരു ഡീക്കനെയാണ് നിയോഗിക്കുന്നതെങ്കിൽ ഡീക്കൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താകണം എന്ന് കൃത്യമായി തീമത്തിയോസിന്റെ
3:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അപ്പോൾ സഭയുടെ വളർച്ചയുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ഒരു അധ്യക്ഷനെ നിയോഗിക്കുമ്പോൾ, ഒരു എപ്പിസ്കോപ്പോസിനെ നിയമിക്കുമ്പോൾ, അധ്യക്ഷന് ശേഷം ഒരു പ്രസ്ബിറ്ററെ നിയമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡീക്കനെ, ഒരു ശുശ്രൂഷകനെ നിയോഗിക്കുമ്പോൾ അവന് വിശേഷപ്പെട്ട പ്രത്യേകതകൾ ഉള്ളവനായിരിക്കണം എന്നുള്ള നിഷ്കർഷ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് പങ്കുവെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ സഭയിൽ ബിഷപ്പുമാരെ നിയോഗിക്കുമ്പോൾ, ശുശ്രൂഷകരെ ഒക്കെ നിയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ വായിക്കുന്ന വേദപുസ്തക ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ തീമോഥെയോസിന്റെയും തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളാണ് സാധാരണ ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും, അല്ലെങ്കിൽ അവരെ നിയോഗിക്കുന്ന നിയോഗ ശുശ്രൂഷകളിലും, വൈദികരെ നിയോഗിക്കുന്ന നിയോഗ ശുശ്രൂഷകളും ഒക്കെ വായിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു സൂചന എന്ന് പറയുന്നത് സഭയുടെ ഭരണപരമായ സംവിധാനങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ വളരെ ക്രമീകൃതമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഇടയലേഖനങ്ങൾ നമ്മെ വളരെ കൃത്യമായി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയലേഖനങ്ങൾ, പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന ഇടയലേഖനങ്ങൾ സഭയുടെ പാസ്റ്ററൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമയം ലഭിക്കുമ്പോഴൊക്കെ ഇടയലേഖനങ്ങൾ എടുത്ത് വായിക്കുക. സഭാ ശുശ്രൂഷയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കൾ ബോധപൂർവം അകന്നു നിൽക്കേണ്ട ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്ന വളരെ ശ്രദ്ധേയമായ നല്ല ചില വാക്യങ്ങൾ നമുക്ക് ഇടയലേഖനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇടയലേഖനങ്ങൾ പുതിയ നിയമത്തിലെ ശ്രദ്ധേയമായ ലേഖനങ്ങൾ. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഇതുവരെയും പഠന സൗകര്യാർത്ഥം പൗലോസിന്റെ 13 ലേഖനങ്ങളെ 4 ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചു. രക്ഷാകര ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ, യുഗാന്ത്യ ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ. കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഈ കോഴ്സിൽ സംബന്ധിച്ചതിലൂടെ ഈ ഒരു തലക്കെട്ടെങ്കിലും നമ്മൾ മറന്നു പോകാതെ ഇരിക്കണം. ഈ തലക്കെട്ട് നമ്മൾ ഓർത്താൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ തന്നെ യുഗാന്ത്യ തെസ്സലോനിക്ക ലേഖനം യുഗാന്ത്യ ലേഖനമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം നമുക്കറിയാം. യേശു കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ചൊക്കെയാണ് അതിൽ പരാമർശിക്കുന്നത്. വിശ്വാസികൾ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി നമുക്കതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കും. അപ്പോൾ പൗലോസിന്റെ ഈ 13 ലേഖനങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ലേഖനങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന കേന്ദ്ര വിഷയം തന്നെ എത്ര വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ റോമലേഖനം പഠിച്ചപ്പോൾ പറഞ്ഞു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. 1 കൊരിന്ത്യർ പഠിച്ചപ്പോൾ പറഞ്ഞു സഭയുടെ ഐക്യമാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. 2 കൊരിന്ത്യർ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു അനുരഞ്ജനമാണ്, റെക്കൺസിലിയേഷൻ ആണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം, അല്ലെ? ഗലാത്യ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു യേശു കർത്താവിലുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ ഈ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ പഠിച്ചപ്പോൾ പറഞ്ഞു എഫേസ്യ ലേഖനത്തിന്റെ മുഖ്യ വിഷയം സഭയുടെ ഐക്യം, യൂണിറ്റി, സഭ, എക്ലീസിയോളജി എന്ന് പറയുന്ന വിഷയമാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിസ്തുവിൽ സന്തോഷിക്കുക, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. കൊലോസ്യ ലേഖനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ക്രിസ്തു, ദ കോസ്മിക് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിഷയമാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പഠിച്ചു. ഫിലമോൻ എഴുതിയ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തീയ സാഹോദര്യ ബന്ധം, ക്രിസ്ത്യൻ ബ്രദർഹുഡ് അഥവാ സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന വിഷയമാണ് എന്ന് നമുക്ക് കേട്ടു. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഇടയലേഖനങ്ങളിൽ ഇടയനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത് എന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കി, ഓരോ ലേഖനത്തിന്റെ തന്നെ പ്രധാന വിഷയം എത്ര വ്യത്യസ്തവും വൈവിധ്യമാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് എന്ന് പറയുന്ന ഈ ലേഖനങ്ങളുടെ രചയിതാവ് എത്ര ബോധപൂർവമാണ് ഈ ലേഖനങ്ങൾ എഴുതി ആദിമ സഭയ്ക്ക് നമുക്കെല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ സുവിശേഷത്തോടുള്ള ഒരു വലിയ താല്പര്യം, ക്രിസ്തുവിനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുവാനുള്ള പൗലോസിന്റെ വലിയൊരു പാണ്ഡിത്യം, അതിലുപരിയായി താൻ ജീവിച്ച പരിസരങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ട് സുവിശേഷത്തെ വ്യാപിപ്പിക്കുവാൻ, കർത്താവിനെ അനേകരുടെ ഇടയിൽ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ പതറിപ്പോകാതെ കൃത്യമായി കർത്താവിനെ സംവേദനം ചെയ്യുവാൻ പൗലോസ് കാണിച്ച സുവിശേഷത്തോട് കാണിച്ച അദമ്യമായ താല്പര്യം, ഉത്കടമായ അഭിനിവേശം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കേണ്ട ഘടകങ്ങളാണ് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. അടുത്ത പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കാത്തലിക് എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്.
ലേഖനങ്ങളാണ്. അതിന് മലയാളത്തിൽ സാർവത്രിക ലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. കാത്തലിക് എപ്പിസ്റ്റൽസ്, സാർവത്രിക ലേഖനം. നമ്മൾ ഈ പരാമർശിച്ചിരിക്കുന്ന യാക്കോബ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ 1ഉം 2ഉം ലേഖനം, യോഹന്നാൻ എഴുതിയ 1ഉം 2ഉം 3ഉം ലേഖനം, യൂദായുടെ ലേഖനം, ഈ ലേഖനങ്ങളാണ് സാർവത്രിക ലേഖനങ്ങൾ അഥവാ കാത്തോലിക് എപ്പിസ്റ്റൽസ് എന്ന് പറയും. കാത്തലിക് എന്ന പേര് വന്നതിന്റെ കാരണം ഗ്രീക്ക് ഭാഷയിൽ കാത്തോലിക്കോസ് എന്ന പേരിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. യൂണിവേഴ്സൽ, കാത്തോലിക്കോസ് മീൻസ് യൂണിവേഴ്സൽ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടെ കേട്ടോണം. ഇത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടിയാണ് എഴുതിയത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ എവിടെയൊക്കെ ക്രൈസ്തവ സഭ ഉണ്ടായോ ആ സഭകളിലെ ക്രിസ്തുവിശ്വാസികളെ പൊതുവെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ലേഖനങ്ങളായതുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സാർവത്രിക ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പൗലോസിന്റെ ലേഖനങ്ങളും സാർവത്രിക ലേഖനങ്ങളും തമ്മിൽ എങ്ങനെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ ഓരോ ലേഖനങ്ങളും ഓരോ പ്രത്യേക സഭയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോന്നും നമ്മൾ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഈ സാർവത്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചർച്ചിനെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടല്ല, മറിച്ച് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന ചിതറിപ്പാർത്തിരുന്ന ക്രിസ്തു വിശ്വാസികളെയെല്ലാം പൊതുവെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുവിഷയങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ് ഈ ലേഖനം. ഇതിന്റെ എഴുത്തുകാരാരാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതിലെ 1ാമത്തെ ലേഖനമായ യാക്കോബിന്റെ ലേഖനം എഴുതിയത് യാക്കോബാണ്. 1ഉം 2ഉം പത്രോസിന്റെ ലേഖനം എഴുതിയത് യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസാണ്. 1ഉം 2ഉം 3ഉം ലേഖനം എഴുതിയത് യോഹന്നാനാണ്. അതിലെ യൂദായുടെ ലേഖനം എഴുതിയത് യൂദ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാർവത്രിക ലേഖനത്തിന്റെ കർത്താക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ യൂദ എന്ന് പറയുന്നത് യേശുവിന്റെ ശിഷ്യനായിരുന്ന യൂദയല്ല, മറിച്ച് ഒരു യഹൂദ ക്രിസ്ത്യാനിയായിരുന്ന യൂദയായിരുന്നു എന്നുള്ളതും നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് കാത്തലിക് എപ്പിസ്റ്റൽസ്. ഇനിയും നമ്മള് ഓരോ ലേഖനത്തെക്കുറിച്ചും പൊതുവായി പറയുന്നതിനും ഓരോ ലേഖനത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലേഖനങ്ങളുടെ ഒരു പൊതു എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അല്പം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. ഈ ലേഖനങ്ങൾ, സാർവത്രിക ലേഖനങ്ങൾ എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ലേഖനങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് 1-ാം നൂറ്റാണ്ടിൽ പല സ്ഥലങ്ങളിലായി ചിതറിപ്പാർത്തിരുന്ന ചെറിയ ചെറിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലത്തും അന്ന് ക്രിസ്തു വിശ്വാസികൾ ഒരു ഭൂരിപക്ഷ സമൂഹമായിരുന്നില്ല. ആയിരുന്നോ? അല്ല. ഓരോ സ്ഥലത്തും യഹൂദന്മാരുടെയും യവനന്മാരുടെയും ഒക്കെ മധ്യത്തിൽ താമസിക്കുന്ന ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു, ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻസ് ആയിരുന്നു. അപ്പോൾ ഒരു മാർജിനൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സാർവത്രിക ലേഖനങ്ങളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ലേഖനങ്ങളും എഴുതുമ്പോൾ നമ്മൾ ഓർക്കണം, ചിതറിപ്പാർത്തിരുന്ന, അത് പൗലോസ് 1-ാം ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പരദേശികളായ, പ്രവാസികളായ, ചിതറിപ്പാർക്കുന്ന ക്രിസ്തു വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇത് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ സാർവത്രിക ലേഖനങ്ങൾ എല്ലാം ഞാൻ പൊതുവെ ഒന്ന് പറയുകയാണ്. സാർവത്രിക ലേഖനം എഴുതാനുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിതറിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മധ്യത്തിലാണ് പാർക്കുന്നത്. അത് കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരു സ്ഥലത്തും ഭൂരിപക്ഷ സമൂഹമല്ല, ചിതറിപ്പാർക്കുന്ന വിവിധ മതസ്ഥരായ ആൾക്കാർ താമസിക്കുന്നിടത്ത്, സംസ്കാരത്തുള്ളവർ താമസിക്കുന്നിടത്ത് ഇവർ ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻ ആയിട്ട് താമസിക്കാം. എന്നാൽ ഇവരെ ആ പ്രദേശത്താക്കിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അവർ പാർക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. എന്നാൽ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ നാളെ നിങ്ങൾ എല്ലാവരും വരിക, ഞങ്ങൾ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ആരും പ്രസംഗം കേൾക്കാൻ വരണമെന്നില്ല. അതുകൊണ്ട് ഇവരോട് പറയുകയാണ്, ഈ ലേഖനത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എങ്ങനെ സാധിക്കുമെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലൂടെ അത് സാധിക്കും. നിങ്ങളുടെ സംഭാഷണം കേൾക്കുന്നവർ, നിങ്ങളുടെ ഇടപാടുകൾ മനസ്സിലാക്കുന്നവർ, മനസ്സിലായോ? നിങ്ങൾക്ക് ചുറ്റുപാടുകളോടുള്ള ബന്ധം എങ്ങനെയുണ്ട്, ഇതിലൂടെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ
തീർച്ചയായിട്ടും അനേകർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അല്ലാതെ ഞങ്ങൾ താമസിക്കുന്നത് എതിർപ്പുള്ള ഇടത്താണ്, ഞങ്ങൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹമല്ല, ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് എന്ന് പറഞ്ഞ് ഒരു നിഷ്ക്രിയമായ സമീപനം സ്വീകരിക്കരുത്. മറിച്ച് ആയിരിക്കുന്ന ഇടത്ത് തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സാർവത്രിക ലേഖനങ്ങൾ എഴുതിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി സാർവത്രിക ലേഖനം എഴുതാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കും. പ്രത്യേകിച്ച് പത്രോസിന്റെ 2-ാം ലേഖനം, 1, 2, 3 യോഹന്നാന്റെ ലേഖനം, യൂദായുടെ ലേഖനം, ഇതെല്ലാം ദുരുപദേശകരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ക്രിസ്തു വിശ്വാസികൾക്ക് ശക്തമായ ആഹ്വാനം കൊടുക്കുന്ന ലേഖനങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഇത് എഴുതുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് എഴുതുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സ്ഥലത്തും ക്രിസ്തു വിശ്വാസികൾ ചെറിയ ചെറിയ സംഘങ്ങളാണ്, ചെറിയ ന്യൂനപക്ഷ സമൂഹമാണ്. അതുകൊണ്ട് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ചെറിയ ചെറിയ സംഘങ്ങളാണ്, ബാഹ്യമായി നിങ്ങൾക്ക് പല പ്രതിസന്ധികളെയും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും, എന്നാൽ നിങ്ങളുടെ ആന്തരികമായ ഐക്യം വളരെ സജീവമാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബാഹ്യമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ചെറിയ സംഘങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അവരുടെ ഉള്ളിൽ നല്ല കരുതലും നല്ല സ്നേഹബന്ധവും ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ, ശ്രദ്ധയോടെ കേട്ടണം, സഭയ്ക്കുള്ളിൽ സമ്പന്നർ ദരിദ്രർ എന്നൊരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല, ചിലരെ അവഗണിക്കാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു സംഘബോധത്തോടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബാഹ്യമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഭാജീവിതം വളരെ സജീവമാക്കുവാനും സഭയിലെ കുടുംബങ്ങൾ തമ്മിലും വിശ്വാസികൾ തമ്മിലുമുള്ള ബന്ധം വളരെ സജീവമായി നിലനിർത്തണം എന്നവരെ ഓർമ്മിപ്പിക്കുവാനുമാണ് ഏത് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അറിയാമോ? സാർവത്രിക ലേഖനങ്ങൾ എന്ന് പറയുന്ന യാക്കോബിന്റെ ലേഖനം, പത്രോസിന്റെ 1, 2 ലേഖനം, യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനം, യൂദായുടെ ലേഖനങ്ങൾ എഴുതിയതിന്റെ കാരണമാണ്. എന്തൊക്കെയാണ് കാരണം? മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരു ന്യൂനപക്ഷ സമൂഹമാണ്, നിങ്ങൾ ഇതര മതങ്ങളെയും സംസ്കാരങ്ങളെയും മധ്യത്തിലാണ് പാർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നും നിങ്ങളെ ദൈവം വിളിച്ച വിളിയുടെ ഒരു വലിയ വില എന്താണെന്നും അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇതര മതങ്ങളെയും സംസ്കാരങ്ങളെയും മധ്യത്തിൽ പാർക്കാൻ. അത് ഇന്നും വളരെ സംഗതമാണ്, വളരെ കൃത്യമാണ്. 2, ഞാൻ പറഞ്ഞു, ഇവരുടെ ഉത്തരവാദിത്വം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് പല തടസ്സങ്ങളുണ്ട്, അയ്യോ ഞങ്ങൾക്ക് ശക്തിയില്ല, ബലമില്ല, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾക്ക് എതിർപ്പുകളുണ്ട് എന്ന് പറഞ്ഞ് മാറിപ്പോകല്ല. അവരുടെ ജീവിതത്തിൽ അവർ പ്രതിഫലിപ്പിക്കുന്ന മൂല്യങ്ങളിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ, അതിലൂടെയൊക്കെ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കും. മൂന്നാമത് എഴുതാനുള്ള കാരണം, പല പ്രതിസന്ധികളുടെ മധ്യത്തിലും അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ. അതുകൊണ്ട് ചിതറിപ്പാർക്കുന്ന ക്രിസ്തു വിശ്വാസികളുടെ റെസ്പോൺസിബിലിറ്റീസ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ലേഖനം എഴുതിയതെന്ന് കാണാൻ സാധിക്കും. അതിലെ ആദ്യത്തെ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. എന്റെ ചിന്തയിൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെല്ലാം ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലീവിങ് എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ, അല്ലെ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളുമായുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ പാർക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, മൈ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലീവിങ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഈ യാക്കോബിന്റെ ലേഖനം ഒന്ന് വായിച്ചാൽ മതി. വളരെ ലളിതമായ ഭാഷയിൽ ആർക്കും ഒറ്റ വായനയ്ക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്. അതിന്റെ റെഫറൻസ് ഞാൻ ഈ പവർ പോയിന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. ഇതിന്റെ ഉള്ളടക്കം കണ്ടോ? വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇതിന്റെ മുഴുവൻ അധ്യായത്തിന്റെ ഉള്ളടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടാകും. മനസ്സിലായോ? പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. അത് 2-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നു. രണ്ടാമത് പറയുന്ന കാര്യം, നമ്മുടെ നാവിനെ ശിക്ഷണത്തോടുകൂടി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ശ്രദ്ധയോടെ കേട്ടോണം, നാവിനെ ശിക്ഷണത്തോടുകൂടി ഉപയോഗിക്കണം. ട്രെയിൻഡ് യൂസ് ഓഫ് ടങ് അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് അവർ ടങ്. നാവിനെ ശിക്ഷണത്തോടുകൂടി ഉപയോഗിക്കണം. അതിന് യാക്കോബ് പറയുന്ന ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ ഒരു തീപ്പൊരി മതി ഒരു കാടിനെ മുഴുവൻ കത്തിക്കാൻ. മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് മതി ഒരു പ്രദേശത്ത് മുഴുവൻ പ്രതിസന്ധി ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഒരു നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം എന്നാണ് യാക്കോബ് പറയുന്നത്. മൂന്നാമതായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ
സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കണം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം. കാരണം അവർ ജീവിക്കുന്ന ലോകം പുതിയ അറിവുകളൊക്കെ നൽകുകയാണ്, അവർക്ക് പുതിയ പാഠങ്ങളൊക്കെ നൽകുകയാണ്. അതിൽ ചിലത് അവരെ വഴിതെറ്റിക്കുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, സെർച്ച് ദ ഡിവൈൻ വിസ്ഡം. ഇത് വളരെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ധ്രുവീകരണം ഉണ്ടാകരുത്, സമ്പന്ന ദരിദ്ര വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വലിയ ആഹ്വാനമാണ് അവർക്ക് നൽകുന്നത്. 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാമോ? സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. സഹിഷ്ണുതയോടുകൂടി. അവിടെ ഉദാഹരണം പറയുന്നത് ഇയ്യോബിനെയാണ് അവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഏലിയാവ് മഴ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമായിട്ട് അവിടെ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ഉത്തരവാദിത്വം പ്രാർത്ഥനയാണ്. മറ്റൊരു കാര്യം, വലിയ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? മറ്റൊരാൾ പോയി മൂപ്പനെ വിളിച്ചു കൊണ്ടുവരണം. മൂപ്പൻ വന്ന് തൈലം പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കൂദാശകളിൽ ഒരു പ്രധാനപ്പെട്ട കൂദാശയാണല്ലോ തൈലാഭിഷേക ശുശ്രൂഷ. തൈലാഭിഷേക ശുശ്രൂഷയുടെ വേദപുസ്തക അടിസ്ഥാനം എവിടെയാണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ഇനി ഒരു ബൈബിൾ ക്വിസിൽ ചോദിക്കുകയാണെങ്കിൽ പറയണം. എവിടാണെന്ന് അറിയാമോ? യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങളാണ്. ഞാൻ വാക്യം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നിങ്ങൾ ശാന്തമായി നോക്കിയാൽ മതി. ഒരാൾ രോഗിയായി തീർന്നാൽ എന്ത് ചെയ്യണം? അതിൽ നിങ്ങൾ പോയി മൂപ്പനെ വിളിച്ചുകൊണ്ടുവരണം. അങ്ങനെ മൂപ്പൻ അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരന്റെ ദീനത്തെ സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അവസാന ഭാഗത്ത് പറയുന്ന ഭാഗമാണ് നമ്മുടെ തൈലാഭിഷേക ശുശ്രൂഷയുടെ വേദപുസ്തക അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ നിങ്ങൾ യാക്കോബിന്റെ ലേഖനം കണ്ടോ? വളരെ പ്രായോഗികമായി, വളരെ പ്രാക്ടിക്കലായി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് യാക്കോബ് പരാമർശിച്ചത്. പിന്നെ വരുന്ന ലേഖനങ്ങളാണ് പത്രോസിന്റെ 1-ഉം 2-ഉം ലേഖനങ്ങൾ. അത് വളരെ ശ്രദ്ധേയമായ ലേഖനങ്ങളാണ്. ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണെന്ന് അറിയാമോ? കഷ്ടതയോടുള്ള ക്രിസ്തീയ സമീപനം, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സഫറിങ്. എന്റെ ചിന്തയിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ, പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട ഒരു ലേഖനമാണ് പത്രോസിന്റെ 1-ഉം 2-ഉം ലേഖനം. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായാൽ കഷ്ടതയോടുള്ള സമീപനം എങ്ങനെയാകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ലേഖനമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരു വേർപാടിന്റെ അനുഭവം കടന്നു വരുന്നു, അല്ലെങ്കിൽ രോഗികളായി തീരുന്നു, സമാനതകളില്ലാത്ത പ്രതിസന്ധിയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വിശ്വാസ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് കർത്താവേ ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തില്? അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന് കൃത്യമായി പത്രോസിന്റെ 1-ാം ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സഫറിങ്, കഷ്ടതയോടുള്ള ക്രിസ്തീയ സമീപനം. അതിൽ പത്രോസ് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആരിലേക്കാണെന്ന് അറിയാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെക്കാൾ കഷ്ടത കുറഞ്ഞവരോടൊക്കെ ചുറ്റുപാടുകൾ നോക്കും. എന്നിട്ട് നമ്മൾ പറയും, എന്ത് പറയും? യോ, അവൻ ആ പ്രയാസമില്ല, ഇവക്ക് ആ പ്രയാസമില്ല, പക്ഷെ എനിക്കാണ് കഷ്ടത കൂടുതൽ. പക്ഷെ പത്രോസിന്റെ ലേഖനം പറയുന്നു, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ക്രിസ്തുവിന്റെ മുഖത്തേക്കാണ്. മനസ്സിലായോ? ക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടിന്റെ തീവ്രതയുമായി നമ്മുടെ കഷ്ടതയെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ അതിന്റെ 7 അയലത്ത് പോലും നമ്മുടെ കഷ്ടത വരികയില്ല എന്നാണ് പത്രോസ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കി ഭയപ്പെടുകയല്ല, മറിച്ച് എന്താ ചെയ്യേണ്ടെന്ന് ആ പത്രോസ് പറയുന്നത് അറിയാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ അനുഭവിച്ച കഷ്ടതയുടെ തീവ്രതയും അതിന്റെ ആഴവും എത്ര വലുതാണ് എന്ന് ഒപ്പിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടതകൾ വരുമ്പോൾ പത്രോസ് പറയുകയാണ്, അത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയായി തീരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി ആർ ഓൾസോ പ്രൊക്ലെയിമിങ് അവർ സോളിഡാരിറ്റി വിത്ത് ക്രൈസ്റ്റ് സഫറിങ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ നമ്മൾ പങ്കാളിയാകുകയാണ്. അങ്ങനെയെങ്കിൽ കഷ്ടതയെ പോസിറ്റീവായിട്ട് കാണണം, വളരെ സർഗാത്മകമായിട്ട് കാണണം, വളരെ ക്രിയാത്മകമായിട്ട് കാണണം എന്നുള്ള പാഠമാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് നമ്മളെ അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പത്രോസ് പറയുന്നത്, നിങ്ങൾക്കുള്ള കഷ്ടത താൽക്കാലികമായ കഷ്ടതയാണ്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകൾക്കപ്പുറം നിത്യ തേജസ്സിന്റെ ഘനം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ പ്രത്യാശ നിർഭരമായി ജീവിതം നയിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ ആകുല ചിന്തകളും
കാസ്റ്റ് ഓൾ യുവർ ആൻസൈറ്റി അപ്പോൺ മീ. നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിങ്ങളെ കരുതുന്ന കർത്താവാണ് എന്ന് നമുക്ക് പ്രോമിസ് നൽകിയ കർത്താവിനോട് ചേർന്ന് ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടതകളെ അതിജീവിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രായോഗികമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ പറയുന്നത്. നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രായോഗികമായി ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന് കൃത്യമായി പത്രോസ് നമ്മളെ പഠിപ്പിക്കും. പത്രോസിന്റെ രണ്ടാം ലേഖനം എഴുതാനുള്ള കാരണം ഒരു ദുരുപദേശത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. ഏത് ദുരുപദേശമാണ്? കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് തെറ്റായ ഉപദേശം സഭയിൽ പ്രചരിപ്പിച്ചു. അത് പരാമർശിക്കുവാൻ, അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് പത്രോസ് കർത്താവിന്റെ വീണ്ടും വരവിനെ പരാമർശിച്ചുകൊണ്ട് ദുരുപദേശകരെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് തന്റെ രണ്ടാമത്തെ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്നുള്ളതാണ് ദുരുപദേശകർ നുഴഞ്ഞുകയറി തെറ്റായ ഉപദേശം പഠിപ്പിക്കാനുള്ള കാരണം. പത്രോസ് അതിന്റെ കാരണം കൃത്യമായി നിരത്തുന്നുണ്ട്. പത്രോസ് പറയുകയാണ്, കർത്താവ് വരുവാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിന്റെ വീണ്ടും വരവ് താമസിക്കുവാനുള്ള കാരണം ആദിമ സഭയോട് കൃത്യമായി പഠിപ്പിച്ച വ്യക്തി പത്രോസാണ്. പത്രോസ് പറയുകയാണ്, കർത്താവിന്റെ വരവ് താമസിക്കാനുള്ള കാരണം അവൻ വരത്തില്ല എന്നുള്ളത് കൊണ്ടല്ല, അവൻ തീർച്ചയായിട്ടും വരും. പക്ഷെ അവൻ വരവ് താമസിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും കർത്താവിന്റെ സുവിശേഷം കേട്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അവൻ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് പത്രോസ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് ചില ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രചരിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി പത്രോസ് എഴുതിയ ലേഖനമാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം. അടുത്ത പ്രധാനപ്പെട്ട ലേഖനം യോഹന്നാന്റെ ലേഖനമാണ്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം എഴുതിയ അതേ യോഹന്നാൻ തന്നെയാണ് ഈ 3 ലേഖനങ്ങളും എഴുതിയത്. ഈ ലേഖനം എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയ ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ. പത്രോസ് ലേഖനം എഴുതിയത് കർത്താവിന്റെ വീണ്ടും വരവ് എന്നുള്ള ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കാനാണെങ്കിൽ, യോഹന്നാൻ തന്റെ ലേഖനങ്ങൾ എഴുതിയത് കർത്താവിന്റെ ആളത്വത്തെ കുറിച്ച് തെറ്റായ ഉപദേശം പ്രചരിപ്പിച്ച കാല സാഹചര്യമാണ്. അതുകൊണ്ട് യേശു എന്ന് പറയുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദ ഡിവിനിറ്റി ആൻഡ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ഒരേ സമയത്ത് ദൈവവും അതേ സമയത്ത് അവൻ മനുഷ്യനുമാണ്, മനുഷ്യഭാവമുള്ളവനാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രമിച്ച ഒരു എഴുത്തുകാരനാണ് യോഹന്നാൻ. ഈ ലേഖനത്തിലൂടെ ആ ഒരു വലിയ ദുരുപദേശത്തെ കൗണ്ടർ ചെയ്യുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ലേഖനം ഒരു സഭാ പ്രവർത്തകനായ ഗായസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ശുശ്രൂഷകളെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഒരു വലിയ ശ്രദ്ധേയമായ ഒരു പേഴ്സണൽ ലെറ്റർ ആണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സാർവത്രിക ലേഖനങ്ങളിലെ ഒരു പേഴ്സണൽ ലെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനമാണ് എന്ന് കാണാൻ സാധിക്കും. ഈ സാർവത്രിക ലേഖനങ്ങളിൽ ഒറ്റ ലേഖനമേ ഉള്ളൂ. അത് ഏത് ലേഖനമാണെന്ന് അറിയാമോ? യൂദായുടെ ലേഖനമാണ്. ഈ യൂദ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആരാണ് എന്ന് കൃത്യമായി നമുക്കറിയത്തില്ലെങ്കിൽ പോലും ഇതൊരു യഹൂദ ക്രിസ്ത്യാനി, ഒരു യഹൂദനായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനിയായി തീർന്ന ഒരു വ്യക്തിയാണ് എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളതിന് വേദപുസ്തക പഠിതാക്കളുടെ ഇടയിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഉള്ളടക്കമാണ് ഏറ്റവും പ്രധാനം. ഒറ്റ പ്രധാന പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനാണ് യൂദാ ലേഖനം എഴുതിയത്. എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, സഭയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേശത്തെ ചെറുത്തു തോൽപ്പിക്കുക. എന്റെ ചിന്തയിൽ ദുരുപദേശകർക്കെതിരെ ഇത്ര കർക്കശമായി ആഞ്ഞടിക്കുന്ന, യൂദാ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേട്ടാൽ വളരെ ശ്രദ്ധേയമായി, കർക്കശമായി ഈ ദുരുപദേശകരെക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ലേഖനകർത്താവ് യൂദയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയേ, സഭയ്ക്കുള്ളിൽ ദുരുപദേശം എത്ര ശക്തമായി സഭയുടെ വിശ്വാസ വ്യതിചലന, സഭയിലെ അംഗങ്ങളെ അടർത്തി മാറ്റുവാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. യൂദാ പറയുന്നത്, ദുരുപദേശകരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തന്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു സദ്യ കഴിച്ചു എന്ന് വിചാരിക്കുക. സ്നേഹസദ്യക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണം പോലെയാണ് ദുരുപദേശകർ എന്നാണ്. മനസ്സിലായോ? നമുക്കൊരു സദ്യ വളരെ ആവേശത്തോടെ നമ്മൾ കഴിക്കുകയാണെന്ന് വെക്കുക, അതിനകത്തൊരു ഒരു ചെറിയ കല്ലിന്റെ കഷ്ണം കിടന്നാൽ നമുക്ക് ആ സദ്യ കഴിക്കുന്നത് എങ്ങനെ ആസ്വാദ്യമായി തോന്നുമോ ഇല്ലയോ? അതുപോലെയാണ് ഈ ദുരുപദേശകരെ യൂദാ വിശേഷിപ്പിക്കുന്നത് സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണം എന്നാണ്. മറ്റൊരു രീതിയിൽ യൂദാ പറയുന്ന മറ്റൊരു കാര്യം, അവർ വെള്ളമില്ലാത്ത മേഘങ്ങളാണ് എന്നാണ്. നമുക്കറിയാം, ആകാശത്ത് മേഘം കാണുമ്പോൾ നമുക്കെല്ലാം വലിയ കുളിർമയാണ്. കാരണം ആ മേഘം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങുന്നത്. എന്നാൽ ഇവരെന്താണെന്നറിയാമോ? വെള്ളത്തിന്റെ അംശമില്ലാത്ത മേഘങ്ങളാണ്. ചില പ്രതീക്ഷകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തും, പക്ഷേ ഉള്ളിലൊന്നുമില്ല എന്നാണ് യൂദാ ഇവരെ വിമർശിക്കുന്നത്.
മറ്റൊരു വിമർശനം യൂദ നൽകുന്നത് ഇത് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മേഘങ്ങൾക്ക് തുല്യമാണ് ദുരുപദേശം. കാരണം അവർക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡൊന്നുമില്ല. സഭാ ജീവിതത്തിൽ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാറ്റിനനുസരിച്ച് നീങ്ങുന്ന മേഘങ്ങൾക്ക് തുല്യമാണ് ദുരുപദേശകർ എന്നാണ് യൂദ ഇവരെ വിമർശിക്കുന്നത്. അപ്പോൾ ദുരുപദേശത്തിനെതിരെയുള്ള ഒരു ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന എത്ര അധ്യായമുണ്ട് യൂദയുടെ പുസ്തകം? ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ പുസ്തകം? അപ്പോൾ ഏത് കാലഘട്ടത്തിലും സഭയ്ക്കെതിരെ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രചരിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകം ഈ യൂദയുടെ പുസ്തകമാണ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് യൂദയുടെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ പറഞ്ഞത് സാർവത്രിക ലേഖനങ്ങൾ ഏതൊക്കെയാണ്, അത് എഴുതാനുള്ള പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്താണ്, യാക്കോബ് പത്രോസ് എഴുതിയ 1ഉം 2ഉം ലേഖനം, യോഹന്നാൻ എഴുതിയ 1ഉം 2ഉം 3ഉം ലേഖനം, അതോടൊപ്പം തന്നെ യൂദയുടെ ലേഖനം, ഇതിന്റെ ഉള്ളടക്കം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് സർവേ ചെയ്യുവാനാണ് സാധിച്ചത്. ഇനിയും നമ്മൾ പുതിയ നിയമത്തിൽ ബാക്കിയുള്ള 2 ലേഖനങ്ങളാണ്. ഒന്ന് എബ്രായ ലേഖനവും 2 ബുക്ക് ഓഫ് റെവലേഷനും, വെളിപാട് പുസ്തകം. എബ്രായ ലേഖനം നമ്മളൊരു പ്രത്യേകമായി തിരിച്ച് പഠിക്കുകയാണ്. അത് മറ്റൊന്നിന്റെ കൂടെയും ചേർത്ത് വെച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഓതർ ആരാണ്, ഇതിന്റെ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളതിന് നമുക്ക് ഈ ലേഖനത്തിൽ നിന്നും യാതൊരു എവിഡൻസും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, അച്ഛാ എഴുത്തുകാരൻ ആരാണ് എന്ന് കൃത്യമായിട്ട് പരാമർശിച്ചില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ എബ്രായ ലേഖനത്തിന് പുതിയ നിയമത്തിൽ ഇടം ലഭിച്ചത്? കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, നല്ല ആധികാരികമായി എഴുതിയിട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ പുതിയ നിയമത്തിൽ ഇടം ലഭിക്കേണ്ടത്. എന്നാൽ ഈ ലേഖനത്തിന് ഇടം ലഭിക്കാനുള്ള ഒരു കാരണം മാത്രം പറഞ്ഞ് നമ്മൾ ഈ ലേഖനത്തിന്റെ പഠനം അവസാനിപ്പിക്കാം. ഈ ലേഖനം ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കണം. ആസ് അഗൈൻസ്റ്റ് ദ നോർമൽ പ്രാക്ടീസ് ദിസ് എപ്പിസ്റ്റൽ ഹാസ് നോ മെൻഷൻ ഓഫ് ഓതർ. സാധാരണ എഴുത്ത് പോലെ തന്നെ എഴുത്തുകാരൻ ആരാണെന്നൊന്നും ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഓതർ ഓഫ് ദിസ് ലെറ്റർ ഈസ് നോട്ട് ക്ലിയർ. ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദിസ് epistle is written around AD 80 and 90 by a Jewish Christian. ഒരു യഹൂദൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. അങ്ങനെയുള്ള ഒരു യഹൂദ ക്രിസ്ത്യാനി ആ കാലഘട്ടത്തെ മനസ്സിലാക്കി എഴുതിയ ലേഖനമാണ്. കാരണം ഒരു യഹൂദ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാനുള്ള കാരണം യഹൂദന്മാരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മനസ്സിലായോ, അവരുടെ ഒരു പ്രധാനപ്പെട്ട യാഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല പരാമർശങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എഴുത്തുകാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എഴുത്തുകാരൻ ആരാണ് അറിയാൻ വയ്യാഞ്ഞിട്ടും ഇത് പുതിയ നിയമത്തിൽ ചേർക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലെ ബാക്കി 26 പുസ്തകങ്ങളിലും പറയാത്ത ഒരു പ്രമേയമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത്. എന്താണ് എബ്രായ ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്നറിയാമോ? ഈ ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവ് മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ്, യേശുവിന്റെ മഹാപുരോഹിതത്വം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിൽ പരാമർശിച്ചത്. നമ്മൾ പഠിച്ച മറ്റു പുസ്തകങ്ങളിലൊന്നും ഈ വിഷയം പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടില്ല. അത് ഈ എബ്രായ ലേഖനത്തിലെ വളരെ നിസ്തുലമായ, വളരെ യുണീക്കായിട്ടുള്ള ഒരു വിഷയമാണ് ദ ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ്. യേശു ഒരു മഹാപുരോഹിതനാണ്. എന്താണ് യേശുവിന്റെ മഹാപുരോഹിതത്വത്തിന്റെ പ്രത്യേകത? അന്ന് ധാരാളം യഹൂദ പാരമ്പര്യത്തിൽ ധാരാളം മഹാപുരോഹിതന്മാർ ഉണ്ടായിരുന്നല്ലോ. യേശു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഒരേ സമയത്ത് പുരോഹിതനും അതേ സമയത്ത് യാഗവുമായി മാറിയവനാണ് എന്നുള്ളതാണ്. ഇതുവരെയും ഒരു പുരോഹിതനും സ്വയം യാഗമായി മാറിയിട്ടില്ല. എന്നാൽ ക്രിസ്തു അവൻ പുരോഹിതനുമാണ്, അവൻ യാഗവുമായി മാറി എന്നുള്ളതാണ്. അതാണ് യേശുവിന്റെ യുണീക്നെസ്. അതുകൊണ്ട് ദ യുണീക്നെസ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ദ ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ്, യേശുവിന്റെ മഹാപുരോഹിതത്വം എന്ന് പറയുന്ന ഒരു വിഷയം കൃത്യമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്, ഇതിന് പുതിയ നിയമത്തിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു വിഷയം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ പരാമർശിച്ചത്. പിന്നീട് വിശ്വാസികളുടെ ഒരു വലിയ പട്ടിക ഇതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലായോ, നമ്മൾ അനുവർത്തിക്കേണ്ട ചില മൂല്യബോധങ്ങൾ എന്തൊക്കെയാണ് എന്ന്, പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ക്രിസ്ത്യൻ ബിലീവേഴ്സ്, ക്രിസ്തു വിശ്വാസികൾക്ക് വളരെ പ്രായോഗികമായ നിർദ്ദേശം നൽകുന്ന അധ്യായങ്ങളാണ് ഇതിന്റെ അവസാന അധ്യായം. അതുകൊണ്ട് ആദ്യ ഭാഗങ്ങളെല്ലാം യേശു കർത്താവിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താൻ ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുമ്പോൾ, അതിന്റെ അവസാന ഭാഗങ്ങളെല്ലാം ക്രിസ്തു വിശ്വാസികളുടെ നൈതികമായ ജീവിതത്തെക്കുറിച്ച്, ധാർമ്മികമായ ജീവിതത്തെക്കുറിച്ച്, അവർ അനുദിന ജീവിതത്തിൽ, ഇവൻ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ കിടക്ക നിർമ്മലമായിരിക്കണം, വിശുദ്ധമായിരിക്കണം എന്നൊക്കെ പറയുന്ന മോറൽ ടീച്ചിങ്സ് ഈ പുസ്തകത്തിന്റെ വലിയ ഉള്ളടക്കമാണ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ എബ്രായ ലേഖനത്തിന്റെ ഒരു പൊതു ഉള്ളടക്കം.
ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള പഠനം നമ്മുടെ ഇനിയും അല്പം നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 10 മിനിറ്റിനുള്ളിൽ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് പൂർണ്ണമായി പഠിക്കാൻ സാധിക്കത്തില്ല. വളരെ ഗഹനമായി, വളരെ ആഴത്തിൽ, വളരെ ക്രമീകൃതമായി പഠിക്കേണ്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു ബൈബിളിലെ ഒരു പുസ്തകം വായിക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വേദപുസ്തകത്തിലെ അപ്പോക്കാലിപ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പോക്കാലിപ്റ്റിക് എന്ന പദത്തിന്റെ അർത്ഥം, ഗ്രീക്ക് ഭാഷയിലെ ആ പദത്തിന്റെ അർത്ഥം മറ നീക്കി പുറത്തു വരിക എന്നുള്ളതാണ്. മറ നീക്കി പുറത്തു വരിക, അതിന്റെ അർത്ഥം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പല ആശയങ്ങളും മറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ മറ നീക്കി ഇതെന്ത് ചെയ്യണമെന്നറിയാമോ? പുറത്തു വരണം ഇതിലെ ആശയങ്ങൾ. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് വളരെ ആഴത്തിൽ, വളരെ അതിലെ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ട് അന്നത്തെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അത് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ദാനിയേലിന്റെ പുസ്തകവും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവും. നിങ്ങൾ വേദപഠന സഹായി വായിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ 4 മാസം നമുക്ക് ഭവനത്തിൽ ഇരുന്ന് വായിച്ചു പഠിക്കാൻ നമ്മൾ തയ്യാറാക്കി, ഈ ഓറിയന്റേഷൻ സെന്ററിൽ നിന്ന് തയ്യാറാക്കി അയച്ച പുസ്തകം വെളിപ്പാട് സാഹിത്യം. ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒരു പഠനവുമായിരുന്നു. ഈ 31-ാം തീയതി വരെ ഈ 1-2 ദിവസം കൂടെ നമ്മൾ അതാണ് പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴെങ്കിലും സമയം ലഭിക്കുമ്പോൾ നമുക്കത് പഠിക്കാനും സാധിക്കും. എന്നാൽ അത് എഴുതാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചും അതിന്റെ പ്രധാന ഉള്ളടക്കത്തെക്കുറിച്ചും മാത്രം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം മാത്രം വളരെ ഗൗരവമായി പഠിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഓറിയന്റേഷൻ സെന്ററിന്റെ ചുമതലയിൽ എല്ലാ തിങ്കളാഴ്ചയും വെളിപാട് പുസ്തകത്തെ മാത്രം ആസ്പദമാക്കി ക്ലാസ് നടക്കുന്നുണ്ട്. 10 ക്ലാസ്സുകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ്. അതിലൊരു ക്ലാസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഈ 9 ക്ലാസ് ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളിപാട് പുസ്തകം മാത്രമായിട്ട് പ്രത്യേകം പഠിക്കണമെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാറി മാറി നടക്കുന്ന ഈ ഓറിയന്റേഷൻ സെന്ററിന്റെ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. ഒരു ക്ലാസ് 1 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അങ്ങനെ വെളിപാട് പുസ്തകം മാത്രം നമ്മൾ 10 മണിക്കൂർ എടുത്താണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലെ ഓരോ പ്രതീകങ്ങൾ, അതിന്റെ അർത്ഥം, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതിന്റെ ഇന്നത്തെ അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സുനിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. ഞാൻ ആ ലിങ്ക് അച്ഛൻ അയച്ചു കൊടുക്കാം. അത് മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങൾ മാറി മാറിയാണ്. ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു, ഇനിയും വരുന്ന തിങ്കളാഴ്ചയാണ്. അങ്ങനെ അത് നടക്കുന്നുണ്ട്. അത് സൂം പ്ലാറ്റ്ഫോമിൽ 100 പേര് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ലിങ്കിൽ ഒരു 160-170 ഏകദേശം ഒരു 280 പേര് അത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. നമുക്കറിയാം, യോഹന്നാനാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്നുള്ളത് സംശയമില്ല. അത് തലക്കെട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാനെ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത ആളാണ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തുർക്കി, ആധുനിക തുർക്കിയുടെ പഴയ പേരാണ് ഏഷ്യ മൈനർ. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു വിശ്വാസം ഏറ്റവും അധികം പ്രചരിച്ച ഒരു സ്ഥലമായിരുന്നു ഏഷ്യ മൈനർ. ഈ ഏഷ്യ മൈനറിൽ 7 പ്രധാന സഭകൾ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. എഫെസോസിലെ സഭ, സ്മുർണയിലെ സഭ, പെർഗമോസിലെ സഭ, തുയതൈരയിലെ സഭ, സർദീസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, ലവോദിക്കയിലെ സഭ, ഇങ്ങനെ 7 സഭകൾ ഉണ്ടായിരുന്നു. ഈ സഭകളിൽ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത യോഹന്നാനെ അന്നത്തെ റോമ പടയാളികൾ പിടിച്ച് തടവിലാക്കുകയും പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്തു, കർത്താവിനെ പരിചയപ്പെടുത്തി എന്ന കാരണം കൊണ്ടാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി. ഈ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കിടന്നപ്പോൾ ദൈവത്തിന്റെ ദർശനവും അരുളപ്പാടുകളും ഒക്കെ യോഹന്നാനെ ലഭിച്ചു. അത് യോഹന്നാനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു, ശക്തീകരിച്ചു. അതുകൊണ്ട് ഈ പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ യോഹന്നാന് ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാടുകളും വെളിപ്പാടുകളും ദർശനങ്ങളും എല്ലാം താൻ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക്, എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ സഭകൾക്ക് എഴുതി അറിയിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം. മനസ്സിലായോ? ഇത് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെ ഗഹനമായ വിഷയങ്ങൾ അതിലുണ്ടെങ്കിലും അതിന്റെ പ്രധാന ഉള്ളടക്കം വിശ്വാസവും പ്രത്യാശയുമാണ്. ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. അതായത് കഠിന ശോധനകളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു ക്രിസ്തു വിശ്വാസി എങ്ങനെ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കും, ഭയപ്പെടുത്തുന്ന ഭയാനകമായ സാഹചര്യങ്ങളെ മുന്നിൽ കാണുമ്പോൾ ഭയപ്പെടാതെ ധൈര്യത്തോടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും.
ഞാൻ മുമ്പേ പത്രോസിന്റെ ലേഖനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ വെളിപാട് പുസ്തകം ഈ പാൻഡമിക് പീരീഡിൽ നമുക്ക് നന്നായി വായിച്ച് മനസ്സിലാക്കി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെളിപാട് പുസ്തകവും സമയം ലഭിക്കുമ്പോൾ 22 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്, ഒന്ന് വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലത്. എന്തുകൊണ്ടാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ, അന്ന് ക്രിസ്തു വിശ്വാസികൾ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നുപോകും. ഒന്ന്, അന്നത്തെ ഭരണകൂടം ഏഷ്യ മൈനർ എന്ന് പറയുന്ന റോമൻ പ്രവിശ്യയായിരുന്നു. ഈ റോമൻ പ്രവിശ്യയിൽ ഭരണം നടത്തിയ റോമൻ ഭരണകൂടം ക്രിസ്തു വിശ്വാസം ഒട്ടും പ്രചരിക്കുവാൻ സമ്മതിച്ച ഭരണകൂടമല്ല. അതുകൊണ്ട് ക്രിസ്തുവിശ്വാസികളെ പലപ്പോഴും ഉപദ്രവിച്ചിരുന്നു. പല ക്രിസ്തുവിശ്വാസികൾക്കും പീഡനം നേരിടേണ്ടി വന്നു. ചിലർക്കൊക്കെ രക്തസാക്ഷികളായി തീരേണ്ടി വന്നു. റോമാക്കാർ അവരുടെ ദൈവങ്ങളായി ചക്രവർത്തിമാരെയാണ് ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് ചക്രവർത്തിമാരെ നിർബന്ധമായി ആരാധിക്കുവാൻ ജനങ്ങൾക്ക് കൽപ്പന കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ചക്രവർത്തിയെ തന്നെ കർത്താവും ദൈവവും എന്ന് അഭിസംബോധന ചെയ്യണമെന്നുള്ള കൽപ്പന വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടം AD 93 ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി പുറപ്പെടുവിച്ചു. നിങ്ങൾ ഓർത്തു നോക്കിയേ, ചക്രവർത്തി ഒരു ഭരണാധികാരി തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. എന്നിട്ട് ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പന, നിങ്ങൾ ആരെയെങ്കിലും കർത്താവും ദൈവവും എന്ന് വിളിക്കുകയാണെങ്കിൽ യു ഷുഡ് കോൾ മീ ആസ് ഡോമിനസ് എറ്റ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്നെ കർത്താവും ദൈവവും എന്ന് വിളിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കണം, വെളിപാട് പുസ്തകം അഡ്രസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആരാധനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ചക്രവർത്തി ആരാധന, ചക്രവർത്തിയെ രക്ഷകൻ എന്ന് വിളിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 22 അധ്യായങ്ങളുള്ള വെളിപാട് പുസ്തകത്തിലെ 1/3 അധ്യായങ്ങളുടെ പ്രധാന പ്രമേയം, അതായത് 8 അധ്യായങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കാണുന്ന സ്വർഗീയ ആരാധനയാണ്. കാരണം ഇവർ ആരാധനാ ജീവിതത്തിലാണ് ഏറ്റവും അധികം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ടത്. അതുകൊണ്ട് യോഹന്നാൻ അവരോട് എഴുതി അറിയിക്കുകയാണ്, ഞാൻ ദർശനത്തിൽ കാണുന്ന ഈ സ്വർഗീയ ആരാധനകളുടെ പ്രത്യേകതകളായിരിക്കണം ഏഷ്യ മൈനറിൽ നിങ്ങൾ പാർക്കുമ്പോൾ നിങ്ങളുടെ ആരാധനയ്ക്ക് ഉണ്ടാകണം. കർത്താവിനെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ചക്രവർത്തി ആരാധനയിലേക്കും പ്രാദേശിക ദൈവിക ആരാധനയിലേക്കും വഴുതി പോകരുത് എന്ന് പറഞ്ഞ് ദൈവമക്കളെ യഥാർത്ഥ ക്രിസ്തുവിലുള്ള ആരാധനയിൽ ഉറപ്പിച്ചു നിർത്തുന്ന വലിയ ദർശനമാണ് യോഹന്നാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത് സകല ഭാഷകളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നുള്ള എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയ പുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് നടുവിലിരിക്കുന്ന ദൈവത്തിനെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്നത് ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെല്ലാം ശബ്ദഘോഷങ്ങളോടുകൂടി പറയുന്ന ലിറ്റാർജി എന്താണ്? വെളിപാട് പുസ്തകം നമ്മുടെ ലിറ്റാർജിയുടെ ഉള്ളടക്കം എന്താകണമെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഏക ശബ്ദത്തിൽ പാടുന്ന പാട്ട് ഏതാണെന്നറിയാമോ? ഒറ്റ പാട്ടാണ്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ ആർത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്? ആരെ രക്ഷകനായി വിളിക്കണമെന്നാ ചക്രവർത്തി കൽപ്പന കൊടുത്തിരിക്കുന്നത്. ചക്രവർത്തിയെ രക്ഷകനായി വിളിക്കണമെന്ന് പറയുന്ന ഒരു കൽപ്പന കൊടുത്ത കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം പറയുന്നു, നിങ്ങളുടെ ലിറ്റാർജിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവം ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ച സാൽവേഷൻ, രക്ഷയാണ്. ഈ രക്ഷ ദൈവം ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ചത് ആരിലൂടെയാണെന്നറിയാമോ? ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ ആർത്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം അത്തരത്തിൽ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇതിന്റെ അവസാന അധ്യായങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന ഈ റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന തകർച്ച വളരെ പ്രതീകാത്മകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോമൻ സാമ്രാജ്യം എന്നുള്ളതിന് അവിടെ പരാമർശിച്ചിരിക്കുന്നത് മഹദിയാം ബാബിലോൺ എന്നാണ്. മഹദിയാം ബാബിലോൺ വീണുപോയി, മഹദിയാം ബാബിലോൺ തകർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന സാമ്രാജ്യത്തിന് സംഭവിക്കുവാൻ പോകുന്ന തകർച്ചയെക്കുറിച്ചും ഈ മഹദിയാം ബാബിലോണിന് പകരം ഒരു പുതിയ യെരൂശലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും എന്നുമുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിലുടനീളം പലതരത്തിലുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം വളരെ പ്രാദേശികമായി അന്നത്തെ ഒരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ട് പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ പ്രതീകവും പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അതിന്റെ ഇന്നത്തെ അർത്ഥതലങ്ങൾ എന്താണെന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏറെ ജാഗ്രതയോടെ നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 3 ക്ലാസ്സിൽ, ഇനി നിങ്ങളോട് ആരെങ്കിലും പുതിയ നിയമം പഠിച്ചോ എന്ന് ചോദിച്ചാൽ പറയണം, ഞങ്ങൾ ഒരിക്കലും പഠിച്ചില്ല. എങ്ങനെ പുതിയ നിയമം പഠിക്കാം എന്ന് പഠിച്ചു എന്നേ പറയാം. കാരണം നമുക്ക് അതേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അല്പസമയം എടുത്താണെങ്കിലും വളരെ ബ്രീഫായിട്ട് ഓരോ പുസ്തകത്തെയും നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിലൂടെ എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകവും
വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, അല്ലേ? ഓരോ പുസ്തകവും വളരെ നിസ്തുലമായ സവിശേഷതകളുള്ള പുസ്തകമാണ്. അതുകൊണ്ട് വലിയ ജാഗ്രതയോടെ വളരെ കൃത്യതയോടുകൂടി ഭവനത്തിലിരുന്നും ദേവാലയത്തിൽ പോയി വേദപുസ്തകം പഠിക്കണം. കുറെ പ്രസംഗങ്ങൾ കേട്ട് തൃപ്തി അടയാനല്ല, മറിച്ച് ഇത് എഴുതിയ കാലഘട്ടം ഏതാണ്, അന്ന് എഴുതാനുള്ള കാരണം എന്താണ്, ഇന്ന് അതിന്റെ പ്രസക്തി എന്താണ് എന്ന് വളരെ ശാന്തമായി ചിന്തിക്കാനുള്ള ഒരു വലിയ താല്പര്യം ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നമ്മൾ VM മാത്യു അച്ഛൻ പഴയ നിയമത്തെക്കുറിച്ച് 2 ക്ലാസ് എടുത്തു, ഞാൻ പുതിയ നിയമത്തെക്കുറിച്ച് 3 ക്ലാസ് എടുത്തു. അപ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ കോഴ്സിന്റെ തലക്കെട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റമെന്റ് എന്നും ഇൻട്രൊഡക്ഷൻ ടു ഓൾഡ് ടെസ്റ്റമെന്റ് എന്നുമായിരുന്നു. അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഈ ഒരു ഫ്രെയിം വർക്കിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗൗരവമായി പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് എടുക്കുവാൻ ഇത്തരത്തിലുള്ള ക്രമീകരണം ചെയ്ത സുനിലച്ചനെയും ഇടവകയും അഭിനന്ദിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വളരെ പ്രാർത്ഥനാപൂർവ്വം ക്രമമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ എനിക്ക് സമയം ലഭിക്കുന്നതനുസരിച്ച് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഏറ്റവും പ്രഗത്ഭരായ ക്ലാസ് എടുക്കുവാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ കോഴ്സിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് ഏറെ എഫക്റ്റീവായി തീരട്ടെ, തുറന്ന് സജീവമായി ഇത് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. നമുക്ക് തുടർന്ന് ഈ 3 ക്ലാസ്സുകൾ നമുക്ക് പുതിയ നിയമത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് ലഭിച്ചല്ലോ. ആ ക്ലാസ്സുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ന് കേട്ട ക്ലാസ്സിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും പുതിയ നിയമത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിനുള്ള അവസരമുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ പേരിടുക. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ചുരുക്കി ചോദിക്കുവാനും പ്രത്യേകിച്ച് വിഷയബന്ധിതമായി ചോദിക്കാനായിട്ട് ശ്രമിക്കണം. വിഷയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വെബിനാർ സംഘടിപ്പിച്ച് നമുക്ക് ചെയ്യുന്നതിന് അവസരമുണ്ടല്ലോ. ദയവായിട്ട് ഈ അച്ഛൻ ഈ ദിവസങ്ങളിൽ നമുക്ക് എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മുടെ സംശയ നിവാരണത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുവാനാണ്. ജോൺ മാത്യു ചോദ്യം ചോദിക്കുവാനായിട്ട് തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കൊരു സംശയം, ഈ ആദ്യ നൂറ്റാണ്ടിലും ഈ ദുരുപദേശകർ ഉണ്ടായിരുന്നു, ഈ നൂറ്റാണ്ടിലും ദുരുപദേശകരുണ്ട്. എങ്ങനെയാണ് ഇവരെ ശരിയായിട്ട് തിരിച്ചറിയുന്നത്? നമ്മൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സഭ തന്നെ, അല്ലെങ്കിൽ അതിൽ തന്നെ ഒത്തിരി ദുരുപദേശം ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. എങ്ങനെയാണ് പറഞ്ഞാൽ പൊതുവായിട്ട് ഇവരെ തിരിച്ചറിയുന്നത്? ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഉപകാരമായിരിക്കും. ദുരുപദേശത്തെ തിരിച്ചറിയണമെങ്കിൽ ശരിയായ ഉപദേശം എന്താണ് എന്നുള്ളൊരു വ്യക്തത നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ദുരുപദേശത്തെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ശരിയായ ഉപദേശം ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങളെ, ശരിയായ ഉപദേശം ഞങ്ങൾ തന്നു, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി വിശ്വാസികളെ അകറ്റുവാൻ ബോധപൂർവം ശ്രമം നടത്തുന്നവരെ നിങ്ങൾ ദുരുപദേശകരായി തന്നെ കാണണം എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസം അതെന്താണ്, മനസ്സിലായി, അതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ദുരുപദേശകരെ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, ദുരുപദേശകർ നമ്മുടെ അരികിൽ വരുമ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കാനല്ല, അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നമ്മൾ നേടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തോടും സഭയുടെ വിശ്വാസത്തോടും ഉള്ള നമ്മുടെ അറിവ് എങ്ങനെയുണ്ട്, അതിന്റെ വ്യക്തതയിൽ കൂടിയാണ് നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ദുരുപദേശം ഏത് കാലഘട്ടത്തിലും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കും. 2, യഥാർത്ഥ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ അതിനകത്ത് ഇടപെടുക എന്ന് മാത്രം. ഷിബു അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ജോൺ മാത്യു. ആദിമസഭയില് അന്യഭാഷയുടെ വരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക സഭയിൽ നമുക്ക് അന്യഭാഷ വരം അതൊന്നും വളരെ പ്രകടമായിട്ട് കാണാൻ ഒക്കുന്നില്ല. അതൊരു കൊരിന്ത്യ സഭയ്ക്കുള്ള ലേഖനത്തിൽ പൗലോസ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അന്യഭാഷാ വരത്തെ വരങ്ങളിൽ ഒരു വരമായിട്ട് മാത്രമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പലതരത്തിലുള്ള വരങ്ങളുണ്ട്. ശുശ്രൂഷ വരമുണ്ട്, സ്നേഹത്തിന്റെ വരമുണ്ട്, പലതരത്തിലുള്ള വരങ്ങളുണ്ട്. അപ്പോൾ ഒരു സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയാണ്. സഭ എന്ന് പറഞ്ഞാൽ
ദൈവിക വരങ്ങൾ കൃത്യമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഏത്? ക്രൈസ്തവ സഭ. ആ വരങ്ങളിൽ ഒരു വരമാണ് അന്യഭാഷാ വരം. അതുകൊണ്ട് നമ്മുടെ സഭ അന്യഭാഷാ വരത്തെ വിലക്കുകയല്ല, മറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷയിൽ ഒരുത്തൻ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ ദൈവത്തിന്റെ അതുകൊണ്ടാണ് ആ പെന്തക്കോസ്ത് ദിവസത്തിൽ അന്യഭാഷാ അവർ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അവിടെ കൂടി നിന്ന എല്ലാവർക്കും അവർ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില ഭാഷ സംസാരിക്കുന്നതാണ് അന്യഭാഷ എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു എന്നാണ് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അത് മനസ്സിലായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനസ്സിലാകാത്ത മറ്റേതാണ്ട് ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുന്നതാണ് അന്യഭാഷ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. 2, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കരുതെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വളരെ കർക്കശമായി പൗലോസ് പറയുന്നു. മനസ്സിലായോ? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സഭയിൽ അത് പറയരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ചിലർ അതിനെ ശ്രേഷ്ഠ വരം, അതാണ് ദ ഓൺലി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെയല്ല നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒരു വരമാണ് അന്യഭാഷാ വരം. അത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാനാണ്. അത് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകണം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയല്ല അന്യഭാഷ എന്നുള്ളത്. താങ്ക് യു സർ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അബീന തോമസ് ചോദിക്കും. അച്ഛാ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് വ്യക്തമായും ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ളതിനെ കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വെളിപാട് പുസ്തകത്തിൽ വേദപുസ്തക പഠിതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ ജനിപ്പിച്ച കുഞ്ഞിന് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ചും ആക്രമത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൊണ്ട് ചിലരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ മാതാവാണ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലരെങ്കിലും വ്യാഖ്യാനിക്കുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്താണ് എന്ന് നമുക്കിപ്പോൾ ഒരു വാക്കിൽ അത് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ അത് പൊതുവെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിക്കുന്ന ഒരു പീഡനത്തിന്റെ ചിത്രമാണ് അത് നമ്മൾ കാണിക്കുന്നത്. എന്നാൽ ഈ പീഡനത്തെ അതിജീവിക്കാൻ ആ ശിശുവിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായോ? അതുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് നേരെ എത്ര വലിയ ശക്തമായ പീഡനങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ള സന്ദേശമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. താങ്ക് യു അച്ഛാ. വേറെ ആർക്കെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക. വെളിപാട് പുസ്തകത്തിലെ ഓരോ പ്രതീകങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പഠിക്കണം. എന്നാലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഖ്യയാണ് 666 അല്ലെ? എത്ര വികലമായ വ്യാഖ്യാനമാണ് 666 എന്ന് പറയുന്ന സംഖ്യക്ക് ഉള്ളത്. എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം? അത് 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ഈ 666. ബുദ്ധിയുള്ളവൻ ആ മനുഷ്യന്റെ സംഖ്യ ഗണിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 666 എന്തിനെ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് 666. അതുകൊണ്ട് വെളിപാട് പുസ്തകം അനുസരിച്ച് ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഖ്യയാണ് 666. നീറോ ചക്രവർത്തി എങ്ങനെയാണ് ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? റോമിൽ ഉണ്ടായ അഗ്നിബാധയുടെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അവരെ റോമിലേക്ക് പോകുന്ന മരങ്ങൾ, ഇരുവശങ്ങളുള്ള മരങ്ങളിൽ വെച്ച് കെട്ടി സ്ട്രീറ്റ് ലൈറ്റായി അവരെ ഉപയോഗിച്ചു. അവരുടെ ശരീരങ്ങൾ കൂർത്തുമൂർത്ത ആയുധങ്ങളുടെ മുകളിൽ കയറ്റിക്കിടത്തി അനേക ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി തീർന്നു. അവരെ തോലിൽ ചുറ്റി വെയിലത്തിട്ടു. അനേകർ ശ്വാസം കിട്ടാതെ മരിച്ചു.
മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി. നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ് 666. നിങ്ങൾ ഓർത്തു നോക്കിയ റോമ ഭരണം നടക്കുമ്പോൾ അവരുടെ ഒരു ചക്രവർത്തി ക്രിസ്തുവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ച ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വിമർശിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വിമർശിക്കുകയും വേണം, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഖ്യയാണ് 666. ഈ സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? നീറോ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മുഴുവൻ പേരും നീറോൺ കൈസർ എന്നാണ്. നീറോൺ കൈസർ എന്നാണ്. ഈ നീറോൺ കൈസർ എന്ന് പറയുന്ന പേര് ഒരു ഗ്രീക്ക് പേരാണ്. ഗ്രീക്ക് പേര് ശ്രദ്ധയോടെ കേട്ടോണം. ഈ ഗ്രീക്ക് പേരിനെ നമ്മൾ എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ പേര് മലയാളത്തിലുള്ള പേര് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മനസ്സിലായോ? അതുപോലെ നീറോൺ കൈസർ എന്ന് പറയുന്ന പേര് എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതും. എബ്രായ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും സംഖ്യ വിലയുണ്ട്. എബ്രായ ഭാഷയിലെ അക്ഷരമാല നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ചെറിയ എക്സസൈസ് ചെയ്യാൻ തരുന്നു. നിങ്ങൾ 119 സങ്കീർത്തനം എടുത്ത് അതിന്റെ ഓരോ പാരഗ്രാഫ് തിരിച്ചിരിക്കുന്നതിന്റെ മേളിലൊന്ന് വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു സംഖ്യ ഒരു അക്ഷരമുണ്ട്. ആലഫ് ബേത്ത് ഗീമൽ ദാലത്ത് ഹേ ഹോ. ഇത് എബ്രായ ഭാഷയിലെ ഒരു അക്ഷരമാലയാണ്. അതുകൊണ്ട് ഈ കോഴ്സ് പഠിക്കുന്നതിന്റെ ഫലമായി നിങ്ങൾ എബ്രായ ഭാഷയിലെ അക്ഷരമാല ഒന്ന് പഠിക്കുന്നതല്ല. ആലഫ് ബേത്ത് ഗീമൽ ദാലത്ത്. അപ്പോൾ ശ്രദ്ധയോടെ കേട്ടെ, ഈ നീറോൺ കൈസർ എന്ന് പറയുന്ന പേരിനെ എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതി അതിന്റെ സംഖ്യാവല കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് എത്ര? 666. അങ്ങനെയാണ് ഇത് നീറോയുടെ പേരിനെ സൂചിപ്പിക്കുന്ന എബ്രായ ഭാഷയിലെ സംഖ്യാവലയാണ് 666. അതുകൊണ്ട് നീറോ എന്ന് പറയുന്ന ക്രിസ്തുവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ച ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്, സംഖ്യയാണ് 666. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു മനുഷ്യന്റെ സംഖ്യയാണ് എന്ന്. ഞാൻ ഒരു സംഖ്യ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ധാരാളം പ്രതീകങ്ങളും സംഖ്യകളും വെളിപാട് പുസ്തകത്തിലുണ്ട്. ഓരോന്നിനും വെളിപാട് പുസ്തകത്തിന് ഒരു അർത്ഥമുണ്ട്. അതറിയാതെയാണ് നമ്മൾ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം ഇത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിന്റെ TMAM ഓറിയന്റേഷൻ സെന്ററായിട്ട് നടന്നതിന്റെ യൂട്യൂബ് ലിങ്കും കൊടുത്തിട്ട് അച്ഛൻ വരുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ബോധനയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് നോട്ടീസ് ചെയ്യുന്നതിനും പങ്കുചേരുന്നതിനും സാധിക്കും. അത് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ യൂട്യൂബ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത ക്ലാസ്സിന്റെ ലിങ്ക് വായിച്ചു തരാം. അത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാറി മാറിയായിരിക്കും. ചിലപ്പോൾ തിങ്കളായിരിക്കും, ചിലപ്പോൾ ചൊവ്വായിരിക്കും. താങ്ക് യു അച്ഛൻ. അത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുറച്ച് ആ പുസ്തകം നമ്മളെ ഓരോ പ്രതീകങ്ങൾ എന്താണ്, അത് എഴുതപ്പെട്ട കാര്യം എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണെന്നൊക്കെ പഠിക്കുന്ന ഒരു ക്ലാസ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ശ്രീമതി ലൈല അനീഷ് USA നിന്നാണ് ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൈല അനീഷ്, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. നമസ്കാരം അച്ഛാ. രണ്ടുപേർക്ക്, സുനിലച്ചനും ബോബിയച്ചനും, ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ ഇതല്ല. പക്ഷെ അച്ഛനോട് ആദ്യം പറയട്ടെ, അച്ഛൻ ഈ 666 ഒരു പരിധി വരെ നമുക്ക് അറിവായപ്പം തൊട്ട് ഒരു വർഷം മുന്നേ വരെ എല്ലാരും ഈ തെറ്റിദ്ധാരണയില്ല 666 അവിടെ സൈൻ പതിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു എന്തുവാ നമ്മുടെ ശരിയായിട്ടുള്ള ആ ബോധം, അതിനെപ്പറ്റി അറിവില്ലാഞ്ഞോണ്ടായിരിക്കും ഒരു ഭയമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അച്ഛൻ മാത്യു വർഗീസ് അച്ഛന്റെ ഇടവകയില് സെന്റ് ജോൺസ് മദമ ചർച്ചില് 3 ദിവസത്തെ അച്ഛന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് അച്ഛൻ ഇൻവിറ്റേഷൻ, ഞാൻ ഇവിടുത്തെ സെൻട്രലയുടെ സെക്രട്ടറിയാണ് സേവ്യർ സംഘം. അപ്പൊ എനിക്കതില് പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ സംശയമൊക്കെ ഒത്തിരി മാറാൻ പറ്റി. ഞങ്ങൾ ആ 3 ഡേയ്സിലെ അച്ഛൻ്റെ ആ ക്ലാസ്സുകള് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്കും അയച്ചു കൊടുക്കുക. അവർക്ക് ഒത്തിരി ഇഷ്ടമായി ആ ക്ലാസ്. അപ്പോൾ ഞങ്ങള് ഈ 119 സങ്കീർത്തനത്തിന്റെ അലിഫ്ബാത്തെ, അതാണ് ഈ 663 എന്ന് എല്ലാവരെയും മിക്കവാറും ഞങ്ങൾ അവരെയൊക്കെ ബോധമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയത് ഞാൻ സുനിലച്ചന്റെ ഇടവകയിലെയാണ് മെമ്പറാണ്, നാട്ടിലെ തിരുവനന്തപുരത്ത്. ഞാൻ ചോദിക്കാൻ ഇതും ഒരു നമ്മുടെ ഇതാണ് തൈലാഭിഷേകത്തിന്റെ ഇതെന്ന് പറയുന്നത് യാക്കോബിന്റെ സുവിശേഷം
5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞ അതാണ്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇത് തന്നെയാണോ? ഇത് തന്നെ. ഓക്കെ, താങ്ക് യു അച്ഛാ. തൈലാഭിഷേക ശുശ്രൂഷയെ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട സഭയുടെ ഒരു കൂദാശയാണ്. നമ്മുടെ തന്നെ ശുശ്രൂഷ ക്രമത്തിൽ തൈലാഭിഷേക ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യമുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന മരണത്തിന് മുമ്പുള്ള ഒരു ശുശ്രൂഷയാണ് തൈലാഭിഷേക ശുശ്രൂഷ എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് എപ്പോഴെങ്കിലും ശാരീരികമായ ഒരു രോഗമുണ്ടായി നമുക്കൊരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ പട്ടക്കാരനോട് പറഞ്ഞാൽ തൈലാഭിഷേക ശുശ്രൂഷ വന്ന് ചെയ്തു തരും. നമുക്ക് മാനസികമായ സംഘർഷം ഉണ്ടായി അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി തൈലാഭിഷേക ശുശ്രൂഷ നൽകും. അതുകൊണ്ട് ടെർമിനലിയിൽ മരണാസന്നരായി കിടക്കുന്നവർക്ക് വേണ്ടി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമുണ്ട്. ഫസ്റ്റ് പാർട്ട് സാധാരണ രോഗികൾക്ക് വേണ്ടിയാണ്. എന്നാൽ എന്റെ പട്ടത്ത ശുശ്രൂഷയിൽ ഈ കഴിഞ്ഞ 21 വർഷത്തിനുള്ളിൽ ഒറ്റ ഒരാളാണ് എന്നോട് തൈലാഭിഷേക ശുശ്രൂഷ അച്ഛൻ നടത്തണമെന്ന് ധൈര്യത്തോടെ പറഞ്ഞു. കാരണം നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് മരണത്തിന് തൊട്ടു മുമ്പ് ചെയ്യുന്ന ഏതാണ്ട് ശുശ്രൂഷയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. നമുക്കൊരു രോഗമുണ്ടായി, നമുക്ക് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി, മാനസികമായ ഒരു സംഘർഷം ഉണ്ടായി, നമുക്ക് സൗഖ്യം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വീട്ടിൽ വന്ന് തൈലം പൂശി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിന്റെ പ്രാർത്ഥനകൾ സഭ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൈലാഭിഷേക ശുശ്രൂഷയെ വളരെ ഗൗരവമായി സഭ ഈ നാളുകളിൽ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. ഇതിനോട് ചേർത്ത് എനിക്കൊരു ചെറിയൊരു സംശയം. ഈ തൈലാഭിഷേക ശുശ്രൂഷ പട്ടക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതോ ഏത് വിശ്വാസിക്കും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് സഭയുടെ ക്രമീകരണമല്ല ചോദിച്ചത്, ബൈബിൾ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സപ്പോസ് നമ്മുടെ സഭയുടെ ക്രമീകരണം വെച്ച് തന്നെ ഇവിടെ തന്നെ അല്ലല്ലേ നമ്മൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പറയുന്നത് സഭയിലെ മൂപ്പനെ വിളിക്കുക. അപ്പൊ മൂപ്പൻ എന്ന് പറയുന്നത് ലീഡറാണ്. മൂപ്പൻ എന്ന് പറയുന്ന പദമാണ് പ്രസ്ബിറ്റർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ. പ്രസ്ബിറ്റർ മീൻസ് പ്രീസ്റ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സഭയുടെ ചുമതലയുള്ള ഒരാളെന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു സഭയുടെ ചുമതലയുള്ള ആൾക്ക് ചെന്നെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ ആ സ്ഥലത്തുള്ള വിശ്വാസിയായ അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് നമ്മുടെ ഒരു സഭയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകമായി ആരുടെ അതിന്റെ ചുമതലപ്പെട്ടവരുടെ വല്ലതും അനുവാദം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ ഇതിനകത്ത് പറയുന്ന പദം മൂപ്പൻ എന്ന് പറയുന്ന പദമാണ്. അത് പ്രസ്ബിറ്റർ എന്ന് പറയുന്ന പദമാണ്. തീർച്ചയായിട്ടും അത് ഒരു സഭയുടെ ശുശ്രൂഷകൻ ചെയ്യേണ്ട കടമയാണ്. എന്നാൽ നമുക്ക് അതിനകത്ത് പ്രാർത്ഥനകളൊക്കെ ഉപയോഗിക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. മനസ്സിലായോ? തൈലാഭിഷേകം എന്ന് പറയുന്ന ഒരു കൂദാശ ആയതുകൊണ്ട് അതൊരു ശുശ്രൂഷകൻ സഭ ചെയ്യണം എന്നുള്ളതാണ്.